പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ കനകക്കുന്നിലെ മാസാദ്യ ശനി ആചരണം 6/6/2026 കാലത്ത് 10 മുതൽ ഉച്ചതിരിഞ്ഞ് 4:30 വരെ ജപമാലയോടുകൂടി ആരംഭം. ഇന്നത്തെ വചനപ്രഘോഷണത്തിൽ മറ്റം മോറിയ കൂട്ടായ്മ കോർഡിനേറ്റർ CL ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള വചനപ്രഘോഷണം KCSC സെൻട്രൽ പാരിഷ് മിനിസ്ട്രിയിലെ ബ്രദർ KC ഇനാശു മണലൂർ നേതൃത്വം നൽകി. ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപനവും ദിവ്യബലിക്കും മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി വെരി റവറൻഡ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികത്വം വഹിച്ചു. എല്ലാവരെയും കനകക്കുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവിക ആവശ്യങ്ങൾ ഈ ലോകത്ത് നിറവേറപ്പെടാനായിട്ട് നമ്മൾ ആരെങ്കിലും ഓടാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഓടാൻ തയ്യാറായിട്ട് ഏതാനും ചിലരൊക്കെയാണ് ഇവരൊക്കെ. അവരോടുന്നത് ദൈവത്തിന്റെ ആവശ്യം നിറവേറ്റാൻ, അല്ലാണ്ട് കുടുംബത്തിന്റെ ആവശ്യം നിറവേറ്റാനോ നാട്ടുകാരുടെ ആവശ്യം നിറവേറ്റാനല്ല. ദൈവത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ് ഉദ്ദേശിച്ചാണ്. ഈശോ നമ്മുടെ ജീവികാരുടെ നാഥൻ കൂടി ഇരിക്കുന്നത്. ഇന്നലെ നമ്മള് 3 മണി മുതൽ 9 മണി വരെ അവിടെ ആരംഭിക്കായിരുന്നു നമ്മുടെ രൂപപ്പെടുന്നത്. ഞാനിവിടെ 7 മണിക്ക് കൊണ്ട കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ബൈബിളിൽ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിച്ച ഒരു ചെറിയൊരു വചന ഭാഗം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. എത്രമാത്രം വളരെ കുറച്ച് പേരെ എന്റെ പള്ളിയിലുള്ളൂ, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എങ്കിലും ദൈവം എനിക്ക് കാണിച്ചത് ചെറിയൊരു വചനഭാഗമാണ്. അത് ഏശയ്യായുടെ പുസ്തകത്തിലെ 40-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനഭാഗമായിരുന്നു. ഞാനത് വായിച്ചു. എന്റെ ദൈവം ഇങ്ങനെ വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഏശയ്യായുടെ പുസ്തകത്തിലെ 40-ാം അധ്യായത്തിലെ 12 മുതലുള്ള അതുല്യനായ ദൈവമായിട്ടുള്ള വചനഭാഗം ഞാനതൊന്ന് വെറുതെ വായിച്ചു. അതിനെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ സക്രാരിയിൽ നോക്കി ഈശോയെ നോക്കിയിരിക്കുന്ന സമയത്ത് ദൈവം ഇത്രയും ജനങ്ങൾ ഈ ഇടവകയിൽ ഉണ്ടായിട്ടും വളരെ കുറച്ച് കാലത്ത് മാത്രമേ വരാൻ സാധിച്ചുള്ളൂ. എന്നാൽ അങ്ങനെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനായിട്ട് എന്നും സക്രാരിയിൽ എഴുതിയിരിക്കുമ്പോൾ എന്റെ സ്നേഹത്തിന്റെ ആഴത്ര വലുതാണെന്ന് ഞാനിങ്ങനെ ഈശോയ്ക്ക് ചോദിക്കും. ഈശോയോട് ഈ വചനഭാഗം വായിക്കണമായിരുന്നു. ഞാനതിങ്ങനെ വായിച്ചു നോക്കി. കൈക്കുമ്പിളിൽ ആഴികളെ ആക്കുകയും ആകാശ വിശാലതയെ ചാണി ഒതുക്കുകയും ഭൂമിയെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോയിൽ നിശ്ചയിക്കുകയും കുന്നുകളിൽ ഉല്ലാസം തൂക്കുകയും ചെയ്തവനാൽ ചിന്തിച്ചു നോക്കിയ ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുകയും ആകാശ വിശാലതയെ ചാണി ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളിൽ ഉല്ലാസം തൂക്കുകയും ചെയ്തവനാൽ കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാനായിട്ട് ആയില്ല. ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? ആരോട് അവിടെ നിർദ്ദേശം തേടി? നീതിയുടെ ഭാഗം അവിടുത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തതാൽ ജനങ്ങൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ്. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. ലബനോൻ വിറകിന് തികയുകയില്ല, അവിടെയുള്ള മൃഗങ്ങൾ ദഹനത്തിലേക്ക് മതിയാവുകയില്ല. അവിടുത്തെ മുമ്പിൽ ജനതകൾ ഒന്നും
ഒന്നുമില്ലായ്മയും ശൂന്യതയും താഴെ അവിടുന്ന് അവർക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും? അവിടുത്തോട് സാദൃശ്യമുള്ള രൂപമില്ല. ശില്പി വാർത്തതും സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ? ഇതൊന്ന് വായിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായ ഇത്രമാത്രം വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതായത് ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മെ നയിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കറിയാം. സൗരയൂഥം, അതിൽ നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും അങ്ങനെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഭാഗം. അപ്പുറത്ത് വേറെ ഗാലക്സികൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് ഗാലക്സികൾ ചേർന്നുള്ള ഒരു പ്രപഞ്ചത്തെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ആ ദൈവമാണ് കുരിശിൽ കിടക്കുന്നത്. നമുക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്ന ഒരു ദൈവം എല്ലാം നമുക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ശൂന്യനായിക്കൊണ്ട് എളിയദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ കുരിശിൽ കിടക്കുന്നത്. ആ ദൈവമാണ് ഇന്ന് അട്ടാരയിലെ ദിവ്യകാരുണ്യ നാഥനായിക്കൊണ്ടിരിക്കുന്നത്. ആ തമ്പുരാന്റെ മുന്നിലാണ് നമ്മളായിരിക്കുന്നത് എന്നൊരു ബോധം, ഒരു ബോധ്യം നമുക്കുണ്ടായാലേ നമ്മൾ ഓടി വരും. കാരണം ഇരിക്കുന്നത് ആരാ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ. ആ തമ്പുരാനെ ഒന്ന് കണ്ടാൽ മതി എന്ന് വെച്ചിട്ടെങ്കിലും ആൾക്കാർ ഓടി വരും. ഇന്നിവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഏരിയ നമ്മുടെ മറ്റ പ്രദേശത്ത് വിൽക്കാൻ സ്ഥലത്താകുന്നു. അങ്ങനെയെങ്കിലും നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എത്ര ബഹുമാനത്തോടും ഭക്തിയോടും ഭയത്തോടും ഹൃദയത്തോടും കൂടി ആയിരിക്കണം നമ്മുടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ. നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല, നമുക്ക് വരാൻ നേരമില്ല. ആരെങ്കിലും ആട്ടെ പള്ളിക്ക് വരണ്ട അല്ലെങ്കിൽ ആരാധനയ്ക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലും നമുക്ക് ചിന്തിക്കാനോ അതിനുള്ള സമയമില്ല. ഞാൻ എന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, ആഗ്രഹത്തോടും ഭീഷണിയോടും കൂടി ആയിരിക്കണം ഈ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കണം എന്നതിന്റെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ രക്ഷിക്കട്ടെ. അവിടുന്ന് വളരെ വരികയുള്ളൂ. ആ യേശുവിന്റെ സന്നിധിയെ നമുക്കൊരു ദിവസം എഴുതിയിട്ട് നിന്നുകൊണ്ട് എന്നിട്ട് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ട് ആ മനസ്സിനെ പരിപൂർണമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്, നമ്മൾ എന്ത് സ്ഥിരം പാടാനുള്ള ഒരു പാട്ട്, കൈകളെടുത്ത പാട്ട് പാടിക്കൊണ്ട് ആ ഈശോയുടെ മുന്നിലാണ്. കാരണം ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മുടെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ ആ ഒരു ഭക്തിയും വിശുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു വിശുദ്ധിയോട് കൂടി ആയിരിക്കണം നമ്മൾ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ആരും ഉണ്ടാവേണ്ട 10 ആൾ മതി. ആ 10 ആളെ പ്രതി ദൈവം നമ്മുടെ ദേശത്തെ, നമ്മുടെ രോഗിയെ, നമ്മുടെ ഈ നമ്മുടെ മുഴുവൻ ജനങ്ങളെയും രക്ഷിക്കുവാൻ കഴിയുന്നതാണ്. അബ്രാഹം തന്നെ പറഞ്ഞ് സ്തോത്രമോടെ നശിപ്പിക്കാൻ പോകുമ്പോൾ അവസാനം അബ്രാഹം ചോദിക്കുന്നത് 10 പേരെ ഉള്ളൂവെങ്കിലോ അവരെ പ്രതി ഞാൻ ഈ ദേശത്ത് നശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അവർ വന്നിരിക്കുന്ന 10, 15, 20 ആൾക്കാരെ നമ്മളെ പ്രതി കർത്താവ് ഈ ദേശത്തെ രക്ഷിക്കും. ആ വിശ്വാസമാണ് എന്റെ. ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് എടുക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും കൈകളടിച്ചുകൊണ്ട് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ധൈര്യം എന്നുള്ള ആ പാട്ട് നമുക്ക് ഒന്നെല്ലാവരും കൈകളടിച്ച് പാടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ യേശു നല്ലവൻ, അവൻ വല്ലവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളവനെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഹോദരൻ ഇനാശു കേസി മണവീടിലേക്ക് യുവാക്കാണ്. നമ്മുടെ യുവസേവന്റെ അടുത്ത 30 ജോലി ചെയ്തിരുന്ന ഒരു സഹോദരനാണ്. ദീപികയിലെ മാനേജ്മെന്റിനായിട്ട് വിട്ടുവയ്ക്കാറായിരിക്കാം. 2 മക്കൾ കന്യാസ്ത്രീകളാണ്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു തീപന്തമായ അദ്ദേഹം ഓടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനാശു സഹോദരനെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് കരങ്ങളടിച്ച് ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. കുരിശിന് മുമ്പ് മനസ്സിലാവും, നല്ലൊരു കൂടെ വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ അടയാളത്താൽ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സംഭവിച്ചുകൊണ്ട് ഈശോയെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്ത പരിശുദ്ധ മാതാവേ, ഈ ദിവസവും ഈശോയെ നൽകുവാൻ എന്നെ സഹായിക്കണമേ. അമ്മയുടെ നീല കാപ്പുകൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ നമ്മൾ ഇന്നെടുക്കുന്ന വിഷയം, ഞാൻ ഇതിനു മുൻപ് ഇവിടെ 2 തവണ വന്ന് ഈ വേദിയിൽ പഠനം പ്രവേശിച്ചിട്ടുണ്ട്. ഒന്നൊരു ഏകദിനാണ്, ഒന്നൊരു ഹാഫ് ഡേ ആണ്. ഒരു തവണ വന്നപ്പോൾ ഇതുപോലെ തന്നെ ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പള്ളി നാവ് ആകുന്നതായിരുന്നു, ഒരു ഏകദിനായിരുന്നു. മറ്റു തവണ ഒരു ഹാഫ് ഡേ ആണ് വന്നത്. അന്ന് ഇതുപോലെ ഹാഫ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആരുടെ കാര്യം നമുക്ക് പ്രശ്നമില്ല. കാരണം വെച്ചാൽ നമ്മുടെ യഥാർത്ഥ യേശുക്രിസ്തു, ആ സക്രാരിയിരിക്കുന്ന കളിയിലിരിക്കുന്ന സഭ യഥാർത്ഥ യേശുക്രിസ്തു ഒരു വ്യക്തിയോട് നമ്മളെ കുറിച്ചിരിക്കുകയാണ്. സമയക്കാരി സ്ത്രീയെ നേടാനായിട്ട് ഒരു വ്യക്തിയുടെ അടുക്കല് വചനം പ്രഘോഷിക്കാൻ ആ വ്യക്തി വരുന്നതിന് മുൻപേ കിടക്കരയിൽ ചെന്ന് ഇരുന്ന് കാത്തിരുന്ന് നട്ടിച്ച വെയിലിൽ കിടന്നു മൂടിയൊന്നും കിട്ടില്ല. അവിടെ ചെന്നിരുന്നു. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് വചനം പ്രഘോഷിക്കാൻ എന്താണ്ടായത്, ആ സമയക്കാരി നേടിയെടുത്തു. അവൾ പട്ടണത്തിലേക്ക് ചിരിച്ചത് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞ വ്യക്തിയെ നിന്ന് വന്ന് കാണുകയും എന്ന് പറഞ്ഞു അവരൊക്കെ കൊണ്ടുവന്നു. നമുക്ക് കുരിശ് വരച്ച് നമ്മൾ വലിയ വളർച്ചയുടെ കാര്യങ്ങളൊന്നല്ല പറയുന്നത്. ഇന്ന് പരിശുദ്ധ മാതാവിനെ കുറിച്ച്, ഞാൻ കണ്ടുമുട്ടിയ മാതാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ മാതാവിനെ കുറിച്ച് അനവധി ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഞാൻ 5 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. അതിൽ ഒരു വിഷയമാണ്, 2 വിഷയങ്ങളുടെ മുൻപ് വന്ന് ചെയ്തിരുന്നത് തോന്നുന്നു. ജോൺസൺ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ മാതാവിനെ കുറിച്ച് കേൾക്കണം ഇതുപോലെ കൊടുത്തു. പക്ഷെ അങ്ങനെ ഈ ക്ലാസ് നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ വഴിയില്ല. അങ്ങനെ കണ്ടിട്ട് ആദ്യം ഞാൻ ക്ലാസ്സിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. കുരിശ് വരച്ചു. ഈ കുരിശ് വരയുടെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ 70-80 വയസ്സായിട്ട് കുരിശ് വരയ്ക്കാൻ ഇവ വന്നിട്ട് ശില്പികളെ ചക്കം വന്നിട്ട് നമ്മളെ കുരിശ് വരയ്ക്കുന്ന പഠിപ്പിക്കാൻ വന്നതാണ്. എനിക്ക് ഒന്നുകൂടി കേൾക്കുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ കത്തിച്ചൊരുക്കി. കുരിശ് വര എന്ന് പറഞ്ഞാൽ ഒരു ഭൂതോച്ചാരണ പ്രാർത്ഥനയാണ്. അതറിയുന്നത് ഭൂതോച്ചാരണ പ്രാർത്ഥന എന്ന് പറയുന്നത് അറിയും, പിശാചിനെ പുറത്താക്കാനുള്ള പ്രാർത്ഥനയാണ്. കുരിശ് വരയ്ക്കുമ്പോൾ പിശാച് ഓടി വരും, നമ്മളെ കുരിശിനാല് മുദ്ര വയ്ക്കുകയും ചെയ്യും. ഈ കുരിശ് വരാന്ന് പറഞ്ഞാൽ 3 തവണ ഒന്ന് കുരിശ് വരയ്ക്കുന്നത് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടി കേൾക്കുന്നത് വീണ്ടും അവര് കത്തിച്ചൊല്ലിക്കും. കുരിശ് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശോയുടെ ഇരിപ്പിട്ട് എന്നെ നോക്കുന്നതിനുള്ള കൂടുതൽ ഇടയ്ക്ക് ഈശോയെന്ന് പറഞ്ഞാൽ ഈശോ ആണ് ചെയ്യുന്നത്. ഈശോ ആണ് നമുക്ക് എല്ലാം സ്വന്തം തരുന്നത്. ഈശോ ആണ് നമ്മൾ നയിക്കുന്നത്. ഞാൻ ഇന്നലെ 1 മണിക്കൂർ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനെ ആരാധനയ്ക്ക് അന്വേഷിച്ചപ്പോൾ
ഞാനാണ് ഇത് കൂടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇന്നലെ മഴയില്ലായിരുന്നു, പക്ഷെ എന്നാലും ആൾക്കാർ കുറേ വന്നിരുന്നു. അത് ഇന്നലെ നയിച്ചത് അവരുടെ ഗായക സംഘമാണ് നയിച്ചത്. വളരെ മനോഹരമായിട്ട് നയിച്ചു. പാട്ടും പ്രാർത്ഥനയൊക്കെ. അപ്പോൾ അച്ഛനൊരു ഇതാണ്, നിങ്ങൾ ഫുൾ ടൈം വചനം പറഞ്ഞ് അല്ലെങ്കിൽ ഈ സമയത്ത് ജപമാല ചെല്ലുന്നുണ്ട്, പക്ഷേ ഈ സമയത്ത് ജപമാല ചെല്ലണ്ട. നിങ്ങൾ വചനം പറഞ്ഞിട്ടുണ്ട്, സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാട്ട് പാടിയിട്ട് സ്തുതിക്കാൻ പറ്റണം. അപ്പോൾ വളരെ മനോഹരമായിട്ട് രാത്രി 7-8 വരെ ആരാധന കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പറഞ്ഞു കുരിശ് വേണം. നമ്മൾ കുരിശ് വരയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ നമ്പരാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാലം വിളിക്കുകയാണ്, ദൈവത്തെ വിളിച്ച് ഇറക്കുന്ന ശുശ്രൂഷ. വിശുദ്ധ കുരിശിനെ നമ്മൾ 3 സ്ഥലത്ത് നമ്മൾ കുരിശ് വരയ്ക്കുന്നുണ്ട്. ആദ്യം കുരിശ് വരയ്ക്കുന്ന എവിടെയാണ്? നെറ്റിയില്. എന്താ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന കാര്യം? ബുദ്ധി, ബോധം, ശക്തിയൊക്കെ ബുദ്ധി ബോധം കഴിയുന്നത് ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പൊ ദൈവം ആദ്യമായിട്ട് ശിരസ്, തലച്ചോറ്, നെറ്റിത്തളം യേശുവിനെ കുരിശിനാല് ആദ്യം മുദ്രയിടുകയാണ്. കാരണം ഇവിടെയാണ് മൂന്നാം വലിയ മർമ്മമുള്ള സ്ഥലം, മൂന്നാം സ്ഥലം ഇവിടെയാണ്. ഇവിടെ അടിച്ചു വീണാൽ ചത്തു, ഇവിടെ അടിച്ചു വീണാൽ അതുകൊണ്ട് വെട്ടിവെക്കുന്നവരൊക്കെ ഈ സ്പോട്ടിലേക്ക് വിജയിക്കുന്നു. ഈ സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇല്ലെങ്കിൽ അവിടെ വിജയിക്കാൻ കൊണ്ടാണ്. അപ്പൊ ഇവിടെ വെച്ചാലാണ് കൃത്യമായിട്ട് വലിച്ചിരിക്കും. അപ്പൊ ഇവിടെ വിശുദ്ധ പുരുഷനാണ് മുദ്രയിടാണ്. എന്ന് പറയാന് വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്. രണ്ടാമത്തെ കുരിശ് വരയ്ക്കുന്നത് എവിടെയാണ്? അതരമായ. അവിടെ എന്തെങ്കിലും കുരിശ് വരയ്ക്കുന്നത് എല്ലാ ശത്രുക്കളും പുറപ്പെടുന്നത് കൊണ്ടാണ്. ഈ നാമനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ലോകത്തിലുണ്ടാവുന്ന എല്ലാ തെറ്റുകളും വരുന്നത്. ഒരു പക്ഷേ ഉന്നത തൊട്ട് താഴെയുള്ളവരെ ഈ നാവിന്റെ പിഴ ഏറ്റു പറഞ്ഞിട്ടുള്ളവരാണ്. നാവിന്റെ പിഴ ഏറ്റു പറഞ്ഞവരേ ഉള്ളൂ. നാവ് കൊണ്ട് തെറ്റുപറ്റിയവരേ ഉള്ളൂ. ഈ പറയുന്ന ഞാനടക്കം നാവ് കൊണ്ട് തെറ്റുപറ്റിയവരാണ്. ഈ നാവ് എന്ന് പറയുന്നത് ഭയങ്കര അപകടകാരിയാണ്. അവനെ ദൈവം സൃഷ്ടിച്ചിട്ട് എവിടെ വെച്ചാൽ കപ്പനുള്ളിൽ വെള്ളത്തിലിട്ടുള്ള പോലെ വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചവരാണ്. പുറത്തേക്ക് എടുത്താൽ തീയാണ് സാധനം. അത് കത്തി ചലിപ്പിക്കും, അത് കത്തി നശിപ്പിക്കും, കത്തി ചാമ്പലാക്കും. അതുകൊണ്ട് അതിന് വെള്ളത്തിന്റെ ഉള്ളില് വലിയ വേലികെട്ടിന്റെ ഉള്ളില്, പല്ലാകുന്ന വലിയ വേലികെട്ടിന്റെ ഉള്ളില് പിന്നെ ചൂണ്ട്, ഇതൊക്കെ എടുത്ത് പല്ല്, ചൂണ്ട് അതിന്റെ ഉള്ളില് അവരെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചോളാണ്. കാരണം അപകടകാരിയാണ്. അപ്പൊ പല്ല് തുറക്കണം, ചൂണ്ട് തുറക്കണം, വായ തുറന്നാലാണ് അവൻ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നാൽ അപകടകാരിയാണ്, ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചത്. അപ്പൊ ആ ഭാഗത്തെ നാമനെ നീട്ടി കുരിശ് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ കുരിശ് വരയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞ എന്റെ ഭാഷയിൽ പറഞ്ഞ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, എന്റെ നാവനെ കുരിശ് വരച്ചതാണ്. കാരണം നാവ് അപകടകാരിയാണ്. ഈ നാവ് ഭയങ്കര അപകടകാരിയാണ്. ഇപ്പൊ നമ്മുടെ നാവ് നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ നെറ്റിത്തടത്തെ ശിരസിന് നമുക്ക് സമർപ്പിക്കാം. അവരാണ് വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ നമ്മുടെ ശത്രുക്കളിൽ രക്ഷിക്കാം. ഞങ്ങളുടെ നമ്പരായി 3ാമത്തെ കുരിശ് വരയ്ക്കുന്നുണ്ട്. അതെവിടെയാണ്? ഹൃദയത്തിന് അവിടെ ഇവിടെ കൊണ്ട് വരയ്ക്കരുത്. ഈ കുരിശ് വരയ്ക്കൊക്കെ സഭാപിതാക്കന്മാർക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. കാറ്റിസമൊക്കെ പറയുന്നത് കുരിശ് വര കൊച്ചു ഭൂതോച്ചാടന പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് മഴയാണ്, നല്ല ചൂടുള്ള കാലം കഴിഞ്ഞ് ചൂടുള്ള ക്ലാസ് പറയാറുണ്ട്, ചൂടാണെന്ന് പറയാറ്. ഇപ്പൊ തണവാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഡൊമിനിക് വാളമാന്റെ ധ്യാനകേന്ദ്രത്തില് ഒരു മാർട്ടിൻ വളർന്നുകൊണ്ട് ഡൊമിനിക് വാളമാന്റെ ഒരു വലിയ ശുശ്രൂഷ, തൊട്ടടുത്ത ശുശ്രൂഷയുണ്ട്. ഞാൻ അവിടെ നിന്ന് ധ്യാനം അച്ഛൻ ആ ബ്രദർ വന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് 1-ാം തീയതി നാളെയോ ഈ ദിവസം നിങ്ങൾ ചാരാണ്ടിരിക്കുക. കർത്താവ് ഉണ്ട് ഇവിടെ, ദിവ്യ സഖ്യായില് അമേരിക്കയില് യേശു ഇരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ. അപ്പൊ ഈ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉത്ഭവിക്കുന്നത്. എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. ഇതിന് വരുന്നതാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ വിശദീകരിച്ചാല്, ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ചാല് എല്ലാം നന്നാവും. ചിന്തകൾ നന്നാവും, പ്രവൃത്തികൾ നന്നാവും, നോട്ടം നന്നാവും, നമ്മുടെ നടത്തം നന്നാവും, എല്ലാം നന്നാവും. അപ്പൊ ദൈവത്തിന് അറിയപ്പെട്ട കുരിശ് വരച്ചാൽ നല്ലതാണ്. അപ്പൊ 3ാമത്തെ കുരിശ് ഹൃദയത്തിൽ വരികയാണ്. എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ
ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ ഇനി എന്താ ചെയ്യണം? പിതാവായ ദൈവത്തിനെ വിളിക്കുകയാണ്. ഇവിടെ വരുമ്പോ വീണ്ടും പിതാവായ ദൈവത്തിനെ വിളിക്കുകയാണ്, പുത്രനായ ദൈവത്തെ വിളിക്കുകയാണ്, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിക്കുകയാണ്. നിങ്ങളൊന്ന് കുരിശിക്കുന്ന അപ്പം മനസ്സിലാക്കിയാൽ നമ്മൾ കുറെ പ്രായങ്ങൾ ചെയ്യാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും സഭാപിതാക്കന്മാർക്ക് ഒരു അർത്ഥമുണ്ട്. എന്റെ നിങ്ങൾ ഭക്തിപൂർവ്വം കുരിശ് വരച്ചാൽ മതി. ഒരു ധ്യാനം പറയണം, ഭക്തിപൂർവ്വം ഒരു കുരിശ് വരച്ചാൽ മതി. ദൈവങ്ങളിൽ പ്രവർത്തിക്കുക, വേറെ ഒന്നും ചെയ്യണം, കുരിശ് വരയ്ക്കുക. എന്റെ നഗരനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ നഗരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇങ്ങനെ പഠിക്കുന്ന സ്വർഗത്തിലേക്കാണ് സ്തുതി കൊടുക്കുന്നത്, സ്വർഗത്തിലേക്കാണ് സ്തുതി കൊടുക്കുന്നത്. ആമേൻ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് നമ്മൾ സ്തുതി കൊടുത്തു കഴിഞ്ഞു. അവർക്ക് പ്രസാദിച്ചു. അവർ നമ്മൾ അനുഗ്രഹിക്കില്ലേ? അനുഗ്രഹിക്കും. നമ്മൾ പിതാവായ ദൈവത്തെ വിളിച്ചു, പുത്രനായ ദൈവത്തെ വിളിച്ചു, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ചു. അവർ പ്രസാദിച്ചാൽ അവർ നമ്മൾ അനുഗ്രഹിക്കും. അവർ നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മളേക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് തടസ്സപ്പെടുന്നു, തിന്മയുടെ ശക്തികളെ തടഞ്ഞു നിർത്തുന്നു. നമ്മൾ ഈശോ സ്തുതിയായിരിക്കുന്നു. വളർത്തിയിരിക്കുന്ന ആൾക്കും ഇടത്തിരിക്കുന്ന ആൾക്കും ചിരിച്ചുകൊണ്ടൊന്ന് സ്തുതി കൊടുത്ത് ഈശോ ചിരിച്ചോ. ഈശോ നാളെ സ്തുതി കൊടുക്കാനോ നാളെ സ്തുതി മേടിക്കാനോ നമ്മൾ കാരണം നമ്മളൊക്കെ കൊറോണ വാക്സിൻ ചെയ്തവരാണ്. പണ്ടൊക്കെ പറയാ വയസ്സായവർക്ക് അറ്റാക്ക് വരാം. ഇപ്പോ വൈദ്യശാസ്ത്രം പറയുന്നത് അറ്റാക്ക് വന്നിട്ട് ചെന്നാൽ ഉടനെ വീണ്ടും തൊട്ടടുത്തുള്ള ആൾ കൊണ്ടുപോയപ്പോൾ 50 വയസ്സായി ആളെ കൊണ്ടുപോയപ്പോൾ ആൾ ചോദിച്ചു, ഇനാശു കൊറോണ വാക്സിൻ ചെയ്തിട്ടാ? ഞാൻ പറഞ്ഞു 3 വാക്സിൻ ചെയ്തിട്ട് ബൂസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നല്ല മനസ്സിലാവുമെന്ന് ചോദിച്ചു. അപ്പൊ ആ കാര്യം എടുത്തിട്ട് കൊറോണ വാക്സിൻ ചെയ്തവർക്കൊക്കെ ബ്ലഡ് ക്ലോട്ട് ആവുകയാണ്. അതുകൊണ്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. നാളൊന്നും ഉണ്ടാവുന്ന എപ്പോഴും കളനെ പോലെ വരുന്ന അവനെ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക. തൊട്ടടുത്തുള്ള സ്തുതി കൊടുക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? നമ്മൾ അതൊരു വലിയ അർത്ഥമുണ്ട്. അപ്പോൾ ഞങ്ങളെ കാറ്റീസം പഠിക്കുമ്പോൾ കൊച്ചു ചെറുപ്പത്തിൽ വേദപാഠങ്ങൾ 70 വയസ്സ് 80 വയസ്സായി ഞാൻ ഒന്നുകൂടി പറഞ്ഞ എനിക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഞാൻ പാവത്തി പോകണമെങ്കിൽ ക്ലാസ് എടുക്കാൻ GCCയുടെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് അവരുടെ അടുത്താണ് അരമണിക്കൂറാണ് ഞാൻ ഈ കുരിശ് വരി ശ്രുതി പറയുന്ന ക്ലാസ്. അരമണിക്കൂർ ക്ലാസ് ഞാൻ 5 മിനിറ്റ് പറഞ്ഞു. അപ്പോൾ ഈശോ വിഷയായിട്ട് ശുദ്ധിയായിട്ട് പറഞ്ഞാൽ ഈ ചേച്ചി ഒന്ന് ചാരാണ്ട് നോക്കി. അപ്പോൾ ഒരു കണ്ണിനൊരു മയക്കുറവുണ്ടായിരിക്കും. ചായയും മയക്കുറപ്പ് നല്ല കാലത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അപ്പൊ പിന്നെ സാത്താൻ വിചാരിക്കണം ഇത് കേട്ടാൽ രക്ഷപ്പെട്ടുള്ള അപ്പൊ നല്ല സുഖമുള്ള സമയം ഉറങ്ങിയാല് കേട്ടില്ലെങ്കിൽ എന്റെ രക്ഷപ്പെടാണ്. കേട്ടാൽ രക്ഷപ്പെടും. അപ്പൊ നീ എന്റെ കയ്യിൽ നിന്ന് ഒഴുകി പോയി സാത്താൻ കയ്യിൽ നിന്ന് ഒഴുകി പോയി. അപ്പൊ നമ്മൾ ഈശോ വിഷയായിട്ട് സുഖിയായിരിക്കട്ടെ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, വലിയ അർത്ഥമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഒന്നി പ്രായം കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ അമ്മയുള്ള സമയത്ത് അപ്പനമ്മ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൻ്റെ പേര് ചാത്തനും അമ്മയുടെ പേര് മേരിയും. ഞാൻ അവരുടെ ഒന്നി പ്രായം കഴിഞ്ഞു. ഞാൻ അവരുടെ കൊത്തുപോയി ചാക്കപ്പ സുഖിയായിരിക്കട്ടെ എന്നാണ് പറയാം. എന്താ പറയുന്നത്? അപ്പൊ ആരുടെ സുഖി പറയണം? നമ്മുടെ അപ്പനല്ല സ്തുതി കൊടുക്കുന്നത്. അപ്പനോട് സ്തുതി കൊടുക്കണമെങ്കിൽ പറയണ്ടേ ചാക്കപ്പ സ്തുതിയായിരിക്കട്ടെ, മേരി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെയോടോ മേരി സ്തുതിയായിരിക്കട്ടെ. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ടും എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടും ഞാൻ പറഞ്ഞതല്ല ഈശോ വിഷയായി സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ ഈശോ ഉണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയണം. ഞാൻ ആംഗിളിച്ചേട്ട നേരെ സ്തുതി കൊടുക്കുമ്പോ ആംഗിളിച്ചേട്ട ഹൃദയത്തില് ഈശോ ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് വേണം ആംഗിളിച്ചേട്ടൻ ഞാൻ സ്തുതി കൊടുക്കാം. അപ്പൊ ആംഗിളിച്ചേട്ട ഹൃദയത്തിലുള്ള ഈശോയ്ക്ക് ഞാൻ സ്തുതി കൊടുക്കണം. ഈശോ വിഷയായിട്ട് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോ
ആദ്യത്തെ സ്റ്റെപ്പ് ആന്റണി ചേട്ടന്റെ ഹൃദയത്തിൽ ഈശോ ഉണ്ടെന്ന് ഞാൻ കാണണം, ഞാൻ വിശ്വസിക്കണം. അതിനുശേഷം ആന്റണി ചേട്ടന്റെ ഹൃദയത്തിലുള്ള ഈശോയ്ക്ക് ഞാൻ സ്തുതി കൊടുക്കുന്നു. സ്തുതി കൊടുത്തു കഴിഞ്ഞാൽ ആന്റണി ചേട്ടൻ എന്ത് ചെയ്യണം? ആന്റണി ചേട്ടൻ ഹൃദയത്തിലുള്ള ഈശോ കത്തിച്ചൊടിക്കുന്നുണ്ടാവുമായിരിക്കും. ആ സമയം ആന്റണി ചേട്ടൻ ഹൃദയത്തിലുള്ള ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആന്റണി ചേട്ടൻ നാവ് ഈശോയുടെ നാവായിട്ട് മാറുകയാണ്. അപ്പൊ ആന്റണി ചേട്ടൻ ഹൃദയത്തിലുള്ള ഈശോയ്ക്ക് വേണ്ടി ആന്റണി ചേട്ടൻ നാവ് പ്രത്യുത്തരം പറയുകയാണ്. എന്താ പറയുക? ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ ആർക്ക് ഇപ്പോഴും സ്തുതിയായിരിക്കണം? ഈശോയ്ക്ക്. എനിക്കല്ല സ്തുതിയാണ്, എനിക്കല്ല. ഈശോ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോ ആ വ്യക്തിയുടെ ആർക്ക് സ്തുതി കൊടുക്കുന്നു? ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈശോയെ കാണാൻ കഴിയണം. ആ കണ്ട യേശുവിന് സ്തുതി കൊടുക്കുമ്പോ സ്തുതി സ്വീകരിക്കുന്ന വ്യക്തി തന്നെ കണ്ട യേശുവിനെയാണ് സ്തുതി കൊടുത്തത് മട്ടില് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കണം. കണ്ടിട്ടാണോ നിങ്ങൾ സ്തുതി കൊടുക്കുന്നത്? ആണോ? പറയും. അല്ല, ആരെങ്കിലും കണ്ടിട്ട് സ്തുതി കൊടുക്കുന്നവര് സ്തുതിയുടെ നമ്മളെല്ലാം ചെയ്യുന്നത് അർത്ഥങ്ങളുണ്ട്. കുർബാനയുടെ ഓരോ പ്രാർത്ഥന ശൈലികളും ഓരോ പ്രാർത്ഥനയ്ക്കും അർത്ഥങ്ങളുണ്ട്. ധൂപിക്കുമ്പോൾ അർത്ഥങ്ങളുണ്ട്. ഞാൻ കുർബാനയുടെ ക്ലാസ്സിൽ നിന്നാണ് മെപ്പെടുക്കുന്നില്ല. നമ്മളിപ്പോൾ എണ്ണീറ്റിന്റെ കുർബാന അവിടെ തൊട്ട് നെറ്റിമോ വരച്ചു അർത്ഥമുണ്ട്, വലിയ അർത്ഥമാണ്. നമ്മുടെ നെറ്റിയില് വിശുദ്ധ ചേർത്താൽ നമ്മൾ മുദ്രണം ചെയ്യാണ്. മുദ്ര ചെയ്ത് ഇനി എന്നോട് കാര്യമില്ല, ഇത് എനിക്ക് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ട, യേശുവിന് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ട ആളാണ്. വിശുദ്ധ ചേർത്താൽ വീണ്ടും മുദ്ര ചെയ്ത് വിശദീകരിച്ച് പണിക്കകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമ്മള് ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടൊന്ന് സ്തുതിയോട് ധരിച്ചിട്ട് ഈശോ ഈശോയ്ക്ക് ഈശോ കിടത്ത് വളർത്തി ഈശോയ്ക്ക് സ്വീകരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളിലുള്ള ഈശോ കത്തി ചൊരിച്ചിട്ടാണ്. ഞാൻ ഈ വാക്യനാണെന്ന് വിചാരിക്കരുത്. മുസ്ലിമുകളാണ്. അവര് മുസ്ലിമുകളെ മാത്രം ഉണ്ടാകണ്ട, ഇവൻ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടാകും, ഹിന്ദുക്കളൊക്കെ അപ്പൊ പരിശ്രമമാണ്. അപ്പൊ തിരിച്ച് അവർ പറയണവരാണ് മാലയ്ക്ക് ഇസ്ലാം. ഞാൻ പറയാറില്ല, ഞാൻ എപ്പോഴും സ്വീകരിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞാൽ അപ്പോഴും തിരിച്ചപ്പോഴും സ്വീകരിക്കുന്നു. അപ്പൊ അവരെനിക്ക് അവരെ കാര്യം പറയാണ്ടായത് ആ ആള് തിരിച്ച് എപ്പോഴും സ്വീകരിക്കുന്നവർ. ഞാൻ എൻ്റെ ഓഫീസിലായിരിക്കുമ്പോൾ ഫോൺ വിളിക്കാനൊക്കെ ഈശ്വരി ചെയ്ത് സ്വീകരിക്കുന്നു. എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഹിന്ദുക്കൾ പറയാറുണ്ട് എപ്പോഴും സ്വീകരിക്കട്ടെ. ഒന്നാമതൊരു പരസ്യ ഏജൻസിയോട് അമ്മ പറയാറുണ്ട് ഇപ്പോഴും സ്വീകരിക്കും. ഹിന്ദു ആണ് ക്രിസ്ത്യാനികൾ പറയാൻ ഹിന്ദുക്കൾക്ക് മനസ്സിലാവും, അവരെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇനി ചെയ്യുമ്പോൾ അർത്ഥത്തിൽ ചെയ്യണം. ചെയ്യില്ല എനിക്ക് വേണ്ടിയിട്ടല്ല, ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി. നിങ്ങളിങ്ങനെ പറയുമ്പോഴൊക്കെ ഈശോയുടെ നാമം മഹത്വപ്പെടാണ്. ഈശോയെ ചിരിക്കുകയാണ്. അവനെ സ്തുതിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ ആദരിച്ചു, എന്നെ കണ്ടു. ഈശോയെ കുറിച്ച് സ്തുതിക്കുമ്പോഴൊക്കെ ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ്. ഈശോയെ സ്തുതിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അപ്പോ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ദൈവവചനത്തിന് വലിയ വിലയുണ്ട്. വില കൊടുത്താലേ വിലയുള്ളത് കിട്ടുള്ളൂ. വില കൊടുത്താലേ നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളത്, തിരക്കുള്ളത് കൊടുത്താലേ വിലയുള്ളത് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഇനി വരുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആയവർക്ക് നമ്മള് 10ാം പീയൂസ് മാർപ്പാപ്പ അധികാരമേറ്റ് മാർപ്പാപ്പയായി. മാർപ്പാപ്പയ്ക്ക് വലിയ സന്തോഷമായി. ഞാൻ മാർപ്പാപ്പയായി, വലിയ സന്തോഷമായി. മാർപ്പാപ്പയായതിനു ശേഷം 10ാം പീയൂസ് മാർപ്പാപ്പ തൻ്റെ അപ്പം മരിച്ചു, അമ്മ ഉള്ളവർക്ക് അമ്മേരെ എത്തിയിട്ട് ആദ്യമായിട്ട് പരിവാരങ്ങളോട് ചെല്ലുകയാണ്. പരിവാരങ്ങളോടൊക്കെ പറഞ്ഞു ഇതൊക്കെ അവിടെ നിന്നോ, ഞാൻ എൻ്റെ അമ്മേരെ എടുത്ത് പോയിട്ട് വരാട്ടാന്ന്. അങ്ങനെ അമ്മയായിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ അമ്മയായിട്ട് പങ്കുവെച്ചു. അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ എന്നാണ് വിശേഷം പറഞ്ഞു. അപ്പോ ആ 10ാം പീയൂസ് മാർപ്പാപ്പയുടെ ചരിത്രത്തിൽ എഴുതി വെച്ചുള്ള കാര്യം ആരും പോയിട്ടാണ് മോനും അമ്മയും മാത്രമേ. അമ്മയോട് ഇങ്ങനെ പറഞ്ഞേ, പറഞ്ഞ കൂടെ പറഞ്ഞേ, കണ്ട എന്റെ മോദനം കണ്ട അമ്മ, ഇതാണ് തിരുസഭയുടെ ആധികാരിക ചിഹ്നം. ഈ മോദനാണ്, അതിനാണ് ഞാൻ മുദ്ര വയ്ക്കുക. നന്നായി ദൈവം അനുഗ്രഹിക്കുക. 10ാം
പീയൂഷ് മാർപ്പാപ്പയുടെ അമ്മ അടുത്തത് പറഞ്ഞറിയാം. പീയൂസ് മാർപ്പാപ്പനെ അമ്മേനെ വിളിച്ചത് പീയൂസ്, ഈ മോതിരക്ക് അർഹത കിട്ടിയത് എന്റെ കയ്യിലുള്ള ഈ മോതിരല്ലേ, എന്റെ കയ്യിലുള്ള ഈ നിന്റെ അപ്പൻ വിളിച്ചുള്ള ഈ മോതിരല്ലേ, ഈ മോതിരം ഞാൻ സ്വീകരിച്ച് എന്റെ അപ്പനും ഞാനും നിന്റെ അപ്പനും ഞാനും കൂടി ഒന്നായപ്പോഴാണ് നീ ഉണ്ടായത്. ഈ മോതിരമാണ് ആ മോതിരമുള്ള വഴി അവകാശം. അപ്പോ 10-ാം വയസ്സ് ഒന്നുമില്ല, തൻ്റെ ആ വലിയ സന്തോഷമൊക്കെ പെട്ടെന്ന് മാറിയിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞതാണ് ശരി, എനിക്ക് അത് അത്രയാണ് ബോധ്യമില്ലായിരുന്നു. അമ്മ അതാണ് വലിയ മോതിരം, നമ്മൾ രണ്ടാളും വലിയ മോതിരം ആ മോതിരമാണ്. ആ മോതിരനെ ഈ മോതിരമുള്ള ആള് ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ മോതിരത്തിന്റെ വില ഒപ്പം ഞാനൊക്കെ പറയുന്നത് അമ്മയുടെ വിലയാണ്. അമ്മയിലേക്ക് നിങ്ങളുടെ അമ്മമാരും ഉണ്ടാവില്ല, ഈ ആണുണ്ടാവില്ല. അമ്മ എന്ന 2 അക്ഷരത്തിന് വലിയ വിലയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്നെ എൻ്റെ മക്കൾ നോക്കാത്തതാണ് അല്ലെങ്കിൽ എന്നോട് ബഹുമാനം കാണിക്കാതെ വിഷമിക്കേണ്ട. ഈ അരുളിക്കാരിരുന്ന ദൈവം നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആ ഈശോയെ ബഹുമാനിക്കുന്നുണ്ട്. ആ ഈശോയ്ക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു. ആ ഈശോ നിങ്ങളെ തേടിയാണ് വന്നത്, നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ അമ്മയുടെ വില എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയിലേക്ക് വരുന്നത്. മറ്റത്തില് വനമാതാവ് എന്നാണ് ആദ്യം പറയുമ്പോൾ കനക മല എന്നാക്കിയാണ് പറയുന്നത് മനസ്സിലായി. അപ്പോൾ മറ്റത്തില് നിത്യസഹായ മാതാവ്, ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു മാതാവുണ്ട്, കൂർച്ചിറ മാതാവ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ 2 ദിവസം പോയി. കാരണം എൻ്റെ കൂർച്ചിറ മാതാവ് കഴിഞ്ഞ പിന്നെ അടുത്ത് നമ്മൾ എപ്പോഴും പോകുന്നത് വേളാങ്കണ്ണി മാതാവ് നമുക്ക് എല്ലാവർക്കും പരിചയമാണ് അല്ലേ. പിന്നെ കൂട്ടി മാതാവ്, വേളാങ്കണ്ണി പോയിട്ട് കൂട്ടി മാതാവ്, മൂന്ന് മാതാവ്, വ്യാകുല മാതാവ്, നമ്മുടെ പുത്തപ്പള്ളിയിലെ വ്യാകുല മാതാവ് ഈ സെപ്റ്റംബർ 14-ാം തീയതിയാണ് വിട്ടുവരുന്നത്. ഫാത്തിമ മാതാവ്, വല്ലാപ്പഴക്ക മാതാവ്, മെഡ്ജിമോയി മാതാവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞു മെഡ്ജിമോയിൽ പോയിട്ട് അറിയുന്നുണ്ട് അതിന്. എന്നാൽ ദൈവാനുകളുണ്ട്, ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. മെഡ്ജിമോയിൽ പോയിട്ടാണ്, യൂറോപ്പിൽ അപ്പുറം മെഡ്ജിമോയിൽ പോയിട്ടാണ്. ഗർഭത്താ മാതാവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗർഭത്താ മാതാവിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ്, പക്ഷെ ഇന്ന സമയം ഉണ്ടാവില്ല. ഗ്വാഡലൂപ്പ മാതാവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ട്. പോയിട്ടാലും അല്ല, ഞാനങ്ങനെ പോകാൻ വരികയാണ്, നിങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവം ഒരുക്കണെങ്കിൽ ഞാൻ അങ്ങനെ പോകും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഗ്വാഡലൂപ്പ മാതാവ്, റോസനിഷ്ഠിക മാതാവ്, കർമ്മല മാതാവ്, ഉത്തിരിയന്തര മാതാവ് എന്നറിയില്ലേ? ഇതൊക്കെയാണ് മാതാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ മാതാവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾക്ക് നോട്ട് ബുക്ക് കൊടുത്തവർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാട്ടോ, നല്ലതാണ്. ഞാൻ പറയും ഈ ആശാരിപ്പടിക്ക് ആശാരിയെ വിളിച്ചാലേ ആശാരി ഇങ്ങനെ വരിക, അല്ലാണ്ട് ആശാരി കൈ വീശി വന്നു. ഇനാശോ ഞങ്ങൾ ആശാരിയെ വിളിച്ചത്, ആശാരി വന്നു ഞാനിവിടെ എത്തിയിട്ട് അപ്പൊ എത്ര പണി പണി. അപ്പോ ഞാൻ തന്റെ ഉള്ളി തൊട്ടുകൂടി വാഴ ചിന്തകളിലൂടെ അപ്പൊ ഒരു പണിക്ക് വരുമ്പോ പണിയായിരുന്നു ലഭിക്കണം. എന്റെ പണിയായിരുന്നു 1 ജപമാല, 2 ബൈബിള്, 3 പേന, നോട്ട് ബുക്ക്. നമ്മൾ പണിയായിരുന്നു കൈപിടിച്ച് പറഞ്ഞാ ഇല്ലെങ്കിൽ എപ്പോഴും ആശാരിയും ചീത്ത പറഞ്ഞ പോലെ നമ്മൾ ചീത്ത കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ ചീത്തൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾ നല്ലതാണ് ഐഡിയ. ബൈബിളിൽ കേൾപ്പിക്കുക. നമുക്ക് സമയമുണ്ട്. മാതാവിനെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിലെ സ്ത്രീ ഒരു ഹവ്വ എന്നൊരാളാണ്, നമ്മുടെ അമ്മ, നമ്മുടെ ആദ്യത്തെ അമ്മ. പുതിയ നിയമത്തിലെ സ്ത്രീ പരിശുദ്ധ കന്യാമറിയം. ഇവർ 2 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ആദ്യം പഴയ നിയമത്തിലെ സ്ത്രീ ഹവ്വ,
പിശാചിനോടാണ് സംസാരിച്ചത്. പേജ് നമ്പർ 4, ബൈബിളിന്റെ പേജ് നമ്പർ 4, ഉൽപ്പത്തി 3-ാം അധ്യായത്തില്. ഞാൻ പേജ് നമ്പർ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യമാണ്. പേജ് നമ്പർ 4, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊട്ടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവം പറഞ്ഞത്? ആ ഫലത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ആ ദൈവം ആരോടാണ് സംസാരിച്ചത്? അവയോട്. ആരാണ് സംസാരിച്ചത്? സർപ്പാണ് സംസാരിച്ചത്. ആ പഴം നിന്നോട് പറഞ്ഞില്ല. ആ പഴം നിന്നാല് മരിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പമായിട്ടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയം ആരായിട്ടാണ് സംസാരിച്ചിരുന്നത്? മാലാഖയായിട്ട്, ദൂതനായിട്ട്, ദൈവിക കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്നാൽ നമ്മൾ ആരായിട്ട് സംസാരിക്കാനാണ് താല്പര്യം കാണിച്ചത്? സർപ്പം എന്ന് പറയുന്നത് പിശാചൻ, സാക്ഷാൽ മാമനായിട്ടാണ് സംസാരിച്ചത്. അപ്പോ അതുകൊണ്ട് നമ്മൾ ആരായിട്ട് സംസാരിക്കുന്നവരായിട്ട് മാറണം? ദൈവവുമായിട്ട് സംസാരിക്കുന്നവരായിട്ട്, ഈശോയുടെ കാര്യങ്ങൾ, വചനങ്ങൾ സംസാരിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ ഈ ദിവ്യകാരണത്തിൽ നോക്കി സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് കണ്ടസ്ഥാനം കൊണ്ടുള്ള ഇടയ്ക്ക് ആരാധനയ്ക്ക് പോയി, ജോലിയൊക്കെ തിരക്കില്ലാത്ത സമയങ്ങളിൽ ആരാധനയ്ക്ക് പോകും. ഞാൻ പറയും, മുഖത്ത് നോക്കിയിട്ട് പറയും, ആരാധിക്കാൻ ആൾക്കാരൊന്നുണ്ടാവില്ലേ പുറമെ ഒരു സംഗീതത്തിന് പുറകിൽ ആരാധന. ഞാൻ പറയും, ഈശോയെ മനസ്സ് വന്നിട്ടുണ്ട, പാപിയാണ്, ബലഹീനനാണ്, നീചനാണ്, നിന്ദനാണ്, നികൃഷ്ടനാണ്, നമുക്ക് സംസാരിക്കണേട്ടാ, നന്ദി, ഇന്ന് വരെ ചെയ്തതിനൊക്കെ നന്ദി, ഈ കുറെ കാര്യങ്ങൾ ചെയ്തതുണ്ട്, അതിനൊക്കെ നന്ദി പറയും. കുറച്ച് നേരം ഞാൻ നോക്കിയിരിക്കും. നമ്മള് നല്ല തുണിയായിട്ട് കുളിച്ചിട്ട് തല തോർത്താതെ നനഞ്ഞ വസ്ത്രങ്ങളായിട്ട് ഒരു തീക്കുമണിയുടെ മുമ്പിൽ ചെത്തിരുന്നായിട്ടുണ്ടാവുക. ഉണങ്ങും. നമ്മളെ നനഞ്ഞ വസ്ത്രമൊക്കെ തീക്കുമണിയുടെ മുമ്പിൽ ഉണങ്ങില്ലേ? എന്തുകൊണ്ടാണ് അവിടെ ചൂടാണ് പറഞ്ഞത്? അപ്പൊ നമ്മൾ അതുപോലെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഉറങ്ങാതെ നോക്കിയിരുന്നാൽ മതി. ചാരാതെ നോക്കിയിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ പറയുക, ഈശോയോട് പറയാം. ആദ്യം തന്നെ ഈശോ തന്നതിനൊക്കെ നന്ദി പറയാം, പിന്നെ ഈശോയോട് നമുക്ക് ആവശ്യമുള്ളത് പറയാം. അങ്ങനെ നമ്മൾ ഈശോയും നമ്മളായിട്ടൊരു ബന്ധം വരണം. അപ്പൊ നമ്മളിവിടെ സംസാരിച്ച ആരാണ്? സ്നാത്തോടാണ് നമ്മൾ സംസാരിച്ചത്. ഈശോ സംസാരിച്ചത് അല്ല, മാതാവ് സംസാരിച്ചത്. പുതിയ നിയമത്തിലെ സ്ത്രീ മാതാവ്, പഴയ നിയമത്തിലെ സ്ത്രീ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചിരിക്കാം. പുതിയ നിയമത്തിലെ സ്ത്രീ മാതാവ് സംസാരിച്ചത് ദൈവദൂതനോടാണ്. എന്നാൽ മാതാവിനെ തേടിയെത്തി. നിങ്ങൾക്കറിയാലോ, മാതാവിന്റെ അടുത്ത് തേടുകയാണ്. മാലാഖയോടാണ് സംസാരിച്ചത്. അഭിമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ പഴയ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 30-31 വാക്യങ്ങളിൽ പേജ് 82, ദൂതനോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. എന്താണ് പറഞ്ഞത്? നീ അവനെ യേശു എന്ന് പേരിടണം. പേജ് 82, ലൂക്ക 1-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പൊ ദൂരം സംസാരിച്ചത് മാതാവിനോടാണ് സംസാരിച്ചത്. അപ്പൊ മാതാവ് തിരിച്ച് ദൂതനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ദൂതനോട്, ഈശോയോട് ബൈബിൾ നോക്കി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനായിട്ട് മാറണം. ഇത് തന്നെ യേശുവിന്റെ ജനനത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ
18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തോട് സംസാരിച്ച് യേശുവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതായിട്ട് നമുക്ക് മാറാം. നമുക്ക് ദൈവിക പദ്ധതികൾ അറിയണമെങ്കിൽ നമ്മൾ ആരോട് സംസാരിക്കണം? ഈശോയോട് സംസാരിക്കണം. എന്നാൽ പഴയ നിയമത്തിലെ സ്ത്രീ ഹവ്വ ആരുടെ ഇഷ്ടമാണ് അന്വേഷിച്ചത്? സാത്താന്റെ ഇഷ്ടമാണ് അന്വേഷിച്ചത്. സ്വന്തം ഇഷ്ടമാണ് തെരഞ്ഞെടുത്തത്. ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. സാത്താന്റെ പറഞ്ഞിട്ടുള്ള സ്വന്തം ഇഷ്ടമാണ് തെരഞ്ഞെടുത്തത്. തന്നിഷ്ടം പൊന്നിഷ്ടമായിട്ട് മാറ്റി ഹവ്വ. തന്നിഷ്ടം പൊന്നിഷ്ടമാക്കിയാണ് അവൾ പ്രലോഭിപ്പിക്കപ്പെട്ടു. സാത്താൻ പറഞ്ഞപ്പോൾ അതിന് പ്രലോഭിപ്പിക്കപ്പെട്ടു, പാപം ചെയ്തു. പേജ് 4 33 അധ്യായത്തിലെ 6 തിരുവചനത്തിൽ പറയുന്നു. പേജ് 4 33 അധ്യായത്തിൽ 6 തിരുവചനത്തിൽ പറയുന്നു, ആ വൃക്ഷത്തിന്റെ ഫലം ആസ്വാദ്യമാണെന്ന് പറയുന്നു. ഈ പഴം കാട്ടി കൊടുത്തിട്ട് സാധാരണ പറഞ്ഞ എന്താ? അവൻ പറഞ്ഞു ആ പഴം തിന്നെടുത്ത് കർത്താവ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ പറഞ്ഞതെന്ന് പറയാ, തിന്നെടുക്കുന്നല്ലോ പറഞ്ഞല്ലോ, അത്രയല്ലോ പറഞ്ഞല്ലോ. ഇതിനുള്ള തൊട്ടടിക്കുമെന്ന് പറഞ്ഞില്ല. ഇല്ല പറഞ്ഞിട്ടില്ല, തൊട്ടടിക്കുമെന്ന് പറഞ്ഞില്ല. ഇത് തൊട്ടുവയ്ക്കുന്നു. അപ്പൊ അവർക്ക് തോന്നി പറഞ്ഞത് ശരിയാണല്ലോ, തിന്നെടുക്കുന്ന കർത്താവ് പറഞ്ഞല്ലോ, തൊട്ടാലുള്ള കുഴപ്പം. അപ്പൊ സാധാരണ പാവ പഴം പൊട്ടിച്ച് കൊടുത്തപ്പോ അതൊന്ന് തൊട്ടു. തൊട്ടപ്പോ നല്ല മധുരമുണ്ട്, നല്ല ആസ്വാദികരമാണ്. അതിൽ പറയുന്നില്ല, ആ പഴം തൊട്ടപ്പോ നല്ല ആസ്വാദ്യമാണ്, നല്ല സുഖമുണ്ട്, മൃദുലമാണ്, നല്ല സോഫ്റ്റ് ആണ്. തൊട്ടപ്പോ നല്ലൊരു സുഖമുണ്ട്. തൊട്ട് കഴിഞ്ഞപ്പോൾ ആകർഷണം വന്നു. ദൈവം ചിലരൊക്കെ നോക്കരുത്, ചിലരൊക്കെ തൊടരുത്, ചിലരൊക്കെ സംസാരിക്കരുത്, വായന നാളെ ഒതുക്കി സംസാരിക്കണം പറഞ്ഞു. നമ്മൾ അതിൻ്റെയൊക്കെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലരോടൊക്കെ സംസാരിക്കുന്നു, തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നു, തെറ്റായ പ്രബോധനങ്ങൾ ചിന്തിക്കുന്നു, തെറ്റല്ലാത്ത രീതിയിൽ നോക്കുന്നു, ആവശ്യമില്ലാതെ സ്പർശിക്കുന്നു, ആവശ്യമില്ലാത്ത രംഗത്തിൽ തൊടുന്നു. ഇതൊക്കെ പാപമാണ്. ദൈവം പറഞ്ഞതിനെ തിന്നുക പോലെ തൊടുക പോലും വരുന്നത്, തൊടുന്നത് പോലും പാപമാണ്. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ ഇഷ്ടം മറുതരിച്ചുകൊണ്ട് തന്നിഷ്ടം പൊന്നിഷ്ടമാക്കിയിട്ട് ഹവ്വ മാറ്റി. ദൈവം മാതാവാകട്ടെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ദൂതന്റെ അകലപ്പാട് സ്വന്തം ഹൃദയത്തിലേക്ക്. പേജ് 4 33 അധ്യായത്തിലെ 6 തിരുവചനത്തിൽ പറയുന്നു, ആ ആസ്വാദ്യമാണെന്ന് പറഞ്ഞുള്ള ഭാഗല്ലേ, ഇതൊന്ന് വായിച്ചു കേൾക്കേണ്ടി. തെറ്റ് ചെയ്യുന്ന പ്രലോഭനങ്ങൾ അതിനുശേഷം കാണാൻ പറ്റും. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളിലുള്ള തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് പോകാം. ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളൂ. പുതിയ നിയമത്തിലെ സ്ത്രീ മറിയം ദൈവത്തിന്റെ ഇഷ്ടമാണ് തെരഞ്ഞെടുത്തത്. സ്വന്തം ഇഷ്ടം അന്വേഷിച്ചില്ല. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 38-ാമത്തെ തിരുവചനത്തിലെ പേജ് നമ്പർ 82 മറിയം പറഞ്ഞു. പേജ് നമ്പർ 82 മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മാതാവിനെ പോലെ മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുന്നവരായി മാറാം. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് വെളിപ്പെടുത്താം. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ആരായാണ് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിട്ട് മാറാം. ഞാൻ ഈ സമയം ഒരു കൊച്ചു കാര്യം പറയാണ്. ഞാൻ റിട്ടയർഡ് ആവുന്നതിന് മുൻപ് ഇവിടെ ട്രാഫിക് ഓക്കാനുള്ള സംബന്ധം ഞാൻ ധ്യാനിക്കാൻ പോയി. അവര് പാപം ചെയ്തുകൊണ്ട് ഞാൻ പാപമേഖലയാണ് നമുക്ക് ശരിയാവാൻ വേണ്ടി ഏതൊക്കെ ആവശ്യമുള്ള തിന്നാം. അവർക്ക് നാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സിനോട് പറയുന്നത് ഒരു വളർന്നതിനെ ചിക്കൻ ശരിക്കും അവരെ കുറിച്ച് ചിക്കൻ ഒഴിക്കും. അതൊന്നും കൂട്ടൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ വലിയ സൃഷ്ടിയാണ്. ഇന്നിപ്പോ നമ്മള് പാപം ചെയ്യുമ്പോൾ ഏതൊക്കെ ആട്ടി പുറത്താക്കി ഗരുക്കളൊക്കെ ആള് നിർത്തി.
അപ്പൊ അവർ പാപം ചെയ്തിരിക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ പാപമില്ലാത്തവരായി ഈ തൊഴിലാണെങ്കിൽ ഈ മുഴന്നുണ്ടാക്കിയായിരുന്നു. ഈ മുഴ വന്നതിന്റെ കാരണം നമ്മുടെ ചേച്ചി ചേട്ടന് പടം എടുത്തപ്പോ പടത്തൊഴിലാണ് എന്നാണ് പറയുന്നത്. ആണുങ്ങളെ കൊണ്ടോട്ടെ പെണ്ണുങ്ങൾക്ക് ഇന്ത്യയും കൊണ്ടോട്ടെ, അത് വേണ്ട കാര്യം പറയാം. അപ്പൊ ആണുങ്ങളെ കഴുത്തിലെ കൊടുക്കുന്ന വേണ്ടത് പരിപാടി മുടക്കണ്ടേ. അപ്പൊ ആണുങ്ങൾക്ക് ദൈവം കൊടുക്കുമ്പോഴാണ് മഴയുടെ കാരണം നിങ്ങളല്ല. അതും അമ്മ ചെയ്തൊരു തെറ്റിന്റെ പാപം നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ 33-ാം അധ്യായത്തിൽ പേജ് 4 17 ആളുകളോട് പറഞ്ഞു, നീ പിന്നെ നിന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്ന് കാളയാപം ചെയ്യും, ശപിക്കുകയാണ് ചെയ്യുന്നത്. പഴയ സ്ത്രീ ഹവ്വ നമുക്ക് സമ്മാനിച്ചത് പാപം ചെയ്ത് ഏത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഉണ്ടായ നിരാശ, ദുഃഖം, തകർച്ച, കണ്ണീര്, ഭയം, സുരക്ഷിതമില്ലായ്മ, അരിശം, കോപം എന്നിങ്ങനെ തിന്മയുടെ പ്രവൃത്തികളാണ്. തിന്മയുടെ പ്രവൃത്തികളെ കുറിച്ച് പേജ് 4 33-ാം അധ്യായത്തില് 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. എന്താ കേട്ട? പഴയ നിയമത്തിൽ സ്ത്രീ പറഞ്ഞ വാക്യമാണ്, ദൈവം അവരോട് പറഞ്ഞ വാക്യമാണ്. നമുക്ക് ഈ പഴയ നിയമത്തിൽ സ്ത്രീയുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ആരെയാണ് സ്വന്തമാക്കിയെന്ന് തോന്നുന്നു. മാതാവിനെ സ്വന്തമാക്കാൻ മാത്രം ഒരു ദുഃഖമില്ല നിങ്ങൾക്ക്. ഇതാരാണ്? മാതാവ് ദുഃഖമുണ്ടായിരുന്നോ? നിരാശയില്ല നിങ്ങൾക്ക്? നിരാശ മാതാവിന്റെ കാര്യമില്ല, ഭവിക്കുണ്ടായിരുന്നത് സാധാരണ തകർച്ചയെ കുറിച്ച് എപ്പോഴും ചിന്തിക്കും. എന്റെ മോനിപ്പോ കൊണ്ട് വണ്ടിടിച്ചിട്ടാവോ, അപ്പോഴെ തെങ്ങിന്റെ വേണ്ടി തലയ്ക്ക് വീഴാവോ, വ്യാകുലം, തകർച്ചകൾ നേരിടുന്നതില്ല നമ്മുടെയല്ല, സാധാരണ കൂടുതലാണ് തകർച്ചകൾ. ദൈവിക ചിലപ്പോൾ സഹനങ്ങൾ കൊണ്ടുവരും. സഹനങ്ങൾ, കണ്ണുനീര്, ഒരു പരിധിവരെ കണ്ണുനീര് തിന്മയുടെയാണ്. എന്നാൽ സന്തോഷം കൊണ്ട് ചിലർക്ക് അറിയില്ല. ഞാൻ സന്തോഷം കൊണ്ട് ചില സമയത്ത് ഞാൻ കരഞ്ഞില്ല. കാരണം എൻ്റെ ഈശോ ഇത്രയധികം സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്തു കൊടുത്തു. ഞാൻ എനിക്ക് ചിന്തിച്ചൊരു സംഭവമാണ്. ഞാൻ എൻ്റെ ജീവിതം ഇവിടെ പറയുകയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. സാധാരണ കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാതാവിനെ കുറിച്ച്, നിങ്ങൾക്ക് അറിയാത്ത ഒരു മാതാവിനെ കുറിച്ച് പറയുകയാണ്. ഗ്വാഡലൂപ്പ മാതാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും അറിയോ? ഇതാണ് ഗ്വാഡലൂപ്പ മാതാവ്. ഗ്വാഡലൂപ്പ മാതാവ് മെക്സിക്കോയിലെ പ്രത്യക്ഷപ്പെട്ട മാതാവ്. തൃശ്ശൂർ അതിരൂപതയിലെ ഗ്വാഡലൂപ്പ മാതാവിന്റെ ഏക പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയം പെരുങ്ങോട്ടുകര പള്ളിയാണ്. ഡിസംബർ മാസം അവിടെ പെരുന്നാളിന് ഞാൻ എല്ലാ കൊല്ലം പോകാറുണ്ട്. ഈ ഗ്വാഡലൂപ്പ മാതാവിനെ കുറിച്ച് ഞാൻ അന്ന് പറയുകയാണ്. മാതാവിനെ കുറിച്ച് പറയും. ഗ്വാഡലൂപ്പ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് ശരിക്കുള്ള ചിത്രം. ഒരു തുണിയിൽ പതിഞ്ഞ ചിത്രമാണ് അത്ഭുതത്തിന്റെ സംഭവം. ഗ്വാഡലൂപ്പ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഞാൻ പോകുന്ന ആഗ്രഹിക്കുന്നുണ്ട്. എളുപ്പമല്ല, എത്രയോ ലക്ഷങ്ങൾ വേണമെന്നറിയാം പോകണമെങ്കിൽ. അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കുള്ള റെഡ് ഇന്ത്യൻ ഭാഗത്താണ് ഈ മെക്സിക്കോ സ്ഥിതി ചെയ്യുന്നത്. മെക്സിക്കോയിലാണ്. അവിടെ പരിശുദ്ധ അമ്മ ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടതിന്റെ തുടർച്ചയാണ് അത്ഭുതങ്ങൾ. ലോകത്തിലെ മാതാവിന്റെ നമുക്കറിയുവാനാണെങ്കിലല്ലേ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ലൂർദ്, ഫാത്തിമ, മെഡ്ജിഗുരി, ഗരഗാട്, ഒപ്പം ഇതിന്റെ മുൻപിൽ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഗ്വാഡലൂപ്പ മാതാവ്. മെക്സിക്കോ. അപ്പോ
വയസ്സുള്ള അസ്ഥിക്ക് വംശത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവൻ ജീവിച്ചിരുന്നു. 2 വർഷം മുമ്പ് അവരുടെ ഭാര്യ മരിച്ച ശേഷം മക്കളില്ലാതെ തൻ്റെ അമ്മാവന്റെ കൂടെയായിരുന്നു അവൻ താമസം. ഭാര്യ ഇല്ല, മക്കളില്ല, തല താമസിക്കുന്നു. ഡിസംബർ 9-ാം തീയതി ഡിയാഗോ, ജുവാൻ ഡിയാഗോ, ആളുടെ പേര് നിങ്ങൾ തെറ്റുകൂടാതെ പറയണം, ജുവാൻ ഡിയാഗോ എന്നാണ് ആളുടെ പേര്. ഇനി ആളുടെ വിശുദ്ധനായിട്ടാണ് ഈ ഒറ്റ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് ആ ജുവാൻ ഡിയാഗോ വിശുദ്ധനായിട്ട് മാറിയ വ്യക്തിയാണ്. വിശുദ്ധനാണ്, വിശുദ്ധ ജുവാൻ ഡിയാഗോ. ഡിസംബർ 9-ന് ജുവാൻ ഡിയാഗോ ഒരു ശബ്ദം കേൾക്കാണ്. മലയിടുക്കാണ് ആ പ്രദേശത്ത്. ഡിയാഗോ ഡിയാഗോ ജുവാനിറ്റോ എന്നൊക്കെ അവൻ വിളിക്കുന്നു. ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനൊരു സ്ത്രീ ഉച്ചരിക്കുകയാണ്. ഇതാണ് മാതാവിന്റെ ശരിക്കുള്ള ചിത്രം. എന്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്ത്രീ തുടർന്ന് പറഞ്ഞു, ഞാനാണ് കന്യകാമറിയം, ലോകവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അമ്മ. ഇവിടെ ഒരു പള്ളി പണിയാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കുന്നിന്റെ മുകളിൽ വെച്ചാണ് പറയുന്നത്. ഇതങ്ങനെ ഒരു കാട്ടുജാതിക്കാരാണ്. കാട്ടുജാതിക്കാരൻ ക്രിസ്ത്യാനികളുണ്ട് കേട്ടോ. ഞാൻ ഈ കാട്ടില് മധ്യപ്രദേശിൽ പോയി അവിടെ ക്രിസ്ത്യാനികളുണ്ട്. ഇതുപോലെ ഒരു കാട്ടുജാതി കുന്നിന്റെ മുകളിലാണ്. അപ്പൊ അവിടെ വെച്ചാണ് ആ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ജുവാൻ ഡിയാഗോയോട് പറയുകയാണ്, നീ അവിടെയുള്ള മെത്രാനെ പോയി കണ്ട് പറയണം ഇവിടെ പള്ളി പണിയാണ്. ഇവര് തരം താഴ്ന്ന ജാതിക്കാരാണ്. അവർക്ക് പ്രവേശനം പോലുമില്ല. അവർ ഉന്നത പ്രശാന്തരാണ് ഭരിക്കുന്ന മെത്രാന്മാർ. അവിടെ ഒരു കാട്ടുജാതിക്കാരാണ്. അപ്പോൾ ഇവര് മെത്രാനെ കണ്ട് നീ പറയുന്നത് പറഞ്ഞപ്പോൾ വെളിയിൽ വെട്ടി പേടി. കാരണം അവർക്ക് പോകാൻ എളുപ്പമല്ല, മെത്രാന്റെ അടുത്ത് എത്ര എളുപ്പമല്ല. പക്ഷെ അവൻ പറഞ്ഞത് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മാതാവല്ലേ പറഞ്ഞത്, അനുസരിക്കാൻ വേണ്ടി വിചാരിച്ചു. അവൻ അങ്ങോട്ട് പുറപ്പെട്ടു. നഗരത്തിൽ ചെല്ലാനോ സ്പെയിൻകാരുമായിട്ട് സംസാരിക്കാനോ ജുവാന് ഒരിക്കലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ദൈവമാതാവായ കന്യകാമറിയം പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ ബിഷപ്പ് ഹൗസിലെത്തി. ഫ്രേ ജുവാൻ ദിയ സുമാരാഗോ എന്നാണ് ബിഷപ്പിന്റെ പേര്. ബിഷപ്പിന്റെ പേര് എന്നൊക്കെ കേട്ടാൽ നമുക്ക് പേടിയോ. ഫ്രേ ജുവാൻ ഡി സുമാരാഗോ എന്നാണ് ബിഷപ്പിന്റെ പേര്. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭാകാരനായ ബിഷപ്പിന്റെ അടുത്ത് അനുമതിക്കായിട്ട് കാത്തിരുന്നപ്പോൾ കാട്ടുവേഷമാണ് ആൾ ധരിച്ചിരിക്കുന്നത്. കാട്ടിൽ ധരിക്കുന്ന വേഷമാണ് ധരിച്ചത്. കെട്ടും കൂട്ടൊക്കെയുള്ള ചാപ്പൊക്കെ കിടക്കുന്നത്. ജിയോളൊക്കെ കണ്ടത് ആ സ്ത്രീ നിൽക്കുന്നത് ഉടനെ ഈ ബിഷപ്പിനോട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാൻ മാതാവ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കാട്ടില് ഒരു പള്ളി പണിയുന്നുണ്ട്. മാതാവ് പറഞ്ഞിട്ട് പിതാവിനെ ബിഷപ്പിനോട് പറയാൻ പറഞ്ഞു. ബിഷപ്പ് എന്നുള്ള മട്ടില് പറഞ്ഞു കേട്ടപ്പോ ആ ശരി. ഉടനെ ആളെ പിടിച്ചു പുറത്താക്കിയില്ലാന്നുള്ളൂ. ആളെ ഒരു തവണ പറഞ്ഞു പിന്നീട് സംസാരിക്കാം, പിന്നീട് വായു എന്ന് പറഞ്ഞു. ഒരു വാക്യങ്ങളുടെ വിഷയമാണ്. അങ്ങനെ ആള് വിഷമിച്ചു കൊടുക്കപ്പെട്ട് ആള് തിരിച്ചു പോകും. എന്റെ അമ്മേ, എനിക്കിതൊന്നും കഴിയില്ല, ഈ പണി വേറെ എനിക്ക് അതിനുള്ള കഴിവും ഞാനും പ്രാപ്തിയൊന്നും ഇല്ല, എനിക്കിത് പറ്റില്ല എന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടാവൻ പറഞ്ഞു. പിന്നീട് തിരിച്ചു പോകണോ, നിരാശനായിട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ അമ്മ വീണ്ടും കൊണ്ടുവന്നു. നീ പറഞ്ഞു പക്ഷെ ഈ പണിക്ക് ഏറ്റവും അനുയോജ്യം വേറെ, എനിക്ക് ഈ പണി പറ്റില്ല, എന്നെ കൊണ്ടാവും, എനിക്ക് അതിനുള്ള കഴിവോ ഞാനൊന്നുമില്ല. മാതാവ് പറഞ്ഞിരുന്നറിയാം, എൻ്റെ പ്രിയ മകനെ ഞാൻ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. നാളെ നീ വീണ്ടും ബിഷപ്പിന്റെ അടുത്ത് ചെന്ന് ഈ സ്ഥലത്ത് പള്ളി പണിയണമെന്ന് എൻ്റെ ആവശ്യം ആവർത്തിക്കണം. നമ്മളാണെങ്കിൽ പോവോ? പിന്നെ പോവോ? അവിടെ മാതാവ് നാളെ പോകണം പറയുന്നത്. അവനനുസരിച്ച് മാതാവിനെ പറഞ്ഞു. കർത്താവിന്റെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയില്ല. ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്യാം, അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പരിശുദ്ധ മാതാവിനോടൊക്കെ പള്ളി പണിയുന്നത് തുടങ്ങുമ്പോൾ
ഈ ആളുകളായിട്ട് പിറ്റേ ദിവസം തന്നെ പിതാവിനെ അപ്പൊ എന്താ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവരെ പറഞ്ഞ കാര്യമില്ല. മാതാവ് വീണ്ടും പറഞ്ഞു, മെത്രാനോട് വന്ന് പറയാൻ പറഞ്ഞു, പള്ളി വഴിയെ വന്ന് പറയാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഇവരടയാളം. അപ്പൊ ഇവരടയാളം മോശം വടി മാതാവും പാമ്പിനെ പിടിച്ച വടിയോ ഇതൊന്നും നീ ഒരു അടയാളം തരാൻ മാതാവിന് പറയുന്നത്. എന്തെങ്കിലും അടയാളം നീ ഒരു അടയാളം തരാൻ മാതാവിന് പറയാൻ പറഞ്ഞു. അപ്പൊ ആട്ടി പൊക്കാക്കിയില്ല, അടയാളം കൊണ്ട് വായിക്കുന്നു. അത് ശരിയാണല്ലോ, ഒരു അടയാളം ചോദിച്ചില്ല, അടയാളം വേണ്ടത്. അത് തിരിച്ചു പോയിട്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്ന അംഗം അവന്റെ അമ്മാവൻ അയക തുണയുടെ അമ്മാവൻ പനി പിടിച്ച് മരിക്കാറേ കിടക്കുന്നപ്പോ അവൻ ഈ കാര്യങ്ങളൊക്കെ മറന്നു. അമ്മാവന് പച്ചരക്കൊണ്ടുള്ള മരുന്നൊക്കെ കഴുകി കൊടുത്തു, അമ്മാവനെ ശുശ്രൂഷിച്ചു. പനി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മാവൻ പറഞ്ഞു, കൊല്ലു മോനെ ഞാനിപ്പോ പൂർണ്ണ തോന്നലാണ്, നീ കാര്യം ചെയ്യും, എന്റെ സമയം സമാധാനമായിരുന്നത് നീ ഒരു അച്ഛനെ കൊണ്ടുപോയോ, എനിക്ക് അവസാനത്തെ പ്രശ്നം തന്നാലും എനിക്ക് പോവാനോ പറഞ്ഞു. അത്ര പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സംഭവം ഗുരുതരാണെന്ന് വിചാരിച്ചു. അവൻ ഇറങ്ങിയോടി അവനിറങ്ങിയോടി അച്ഛനെ എവിടെ കിട്ടും, കാട്ടീനിറങ്ങി വരുന്നു. ഇറങ്ങി വന്ന ഓർമ്മത്തിൽ മാതാവ് വീണ്ടും. അപ്പൊ അവൻ മാതാവ് ഒരു കാര്യം ചെയ്തു, ഒരു ബുദ്ധി പറഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്പോട്ടില് ആ സ്ഥലത്തോടെ പോയില്ല. കാരണം ഇനി ആ സ്ത്രീ അവിടെ പറഞ്ഞാൽ നമ്മുടെ പണി, നമ്മുടെ അപ്പന് പ്രശ്നം പറഞ്ഞ കാര്യം, അമ്മാവ് പ്രശ്നം പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് വേറെ വ്യക്തി പറഞ്ഞു പോയപ്പോ മാതാവ് പറഞ്ഞു മുമ്പിൽ വന്നു മുട്ടുകുത്തി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി പണിയിട്ട് നമ്മൾ എന്നൊക്കെയുണ്ടെങ്കിൽ കൊടുത്തു. അമ്മാവൻ സ്വന്തമായിട്ടുണ്ട്. അമ്മാവൻ പറഞ്ഞു അവസാനത്തെ പ്രശ്നം ഞാനൊരു അച്ഛനെ വിളിക്കാൻ പോകും, ഒരു അച്ഛന്റെ കാര്യം ശരി തെളിയിച്ചു. നിന്റെ അമ്മാവൻ സുഖം പ്രാപിച്ചത്, നീ പോയിട്ട് ബിഷപ്പിനോട് പറയേ പഞ്ഞു ചെയ്യാൻ. അപ്പൊ പറഞ്ഞു കഷ്ടമായിട്ടുള്ള മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവനനുസരിച്ചു നമ്മൾക്കൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളെന്താ ചെയ്യാ? ഞാൻ വേറെ പഠിക്കുന്നവർക്ക് അതുപോലെ വേറെ വഴികളെ പോകുന്നതല്ല, അവിടെ വെച്ച് കണ്ടാൽ പറയും എനിക്ക് വേറെ പണി പോയി, ഞാൻ ഈ വഴി പോകുന്നു. പക്ഷെ ജുവാൻ ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ അമ്മാവിന്റെ അടുത്തേക്കല്ല പോയത്. മാതാവിന് പറഞ്ഞു കാര്യം ശരി, മാതാവ് ഞാൻ പോവാ, ഞാൻ അമ്മ പറഞ്ഞ അനുസരിക്കും. പക്ഷെ ഒരു അടയാളം ആവശ്യപ്പെട്ടു. അടയാളം തരാൻ നീ അവിടെ കാണുന്ന പൂക്കളൊക്കെ എടുത്ത് ശേഖരിക്കാൻ പറഞ്ഞു. അപ്പൊ അത് മഞ്ഞുകാരാണ്. അത് ഒരു പൂ പോയിട്ട് ഒരു സാധനം അവിടെ കാണും. പൂ ഉണ്ടാവുന്ന കാലല്ല സ്പെയിനിൽ. അപ്പോ പൂ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. പൂ പുഷ്പിക്കാത്ത കാലാണ്. നോക്കുമ്പോ അവൻ പിന്നാലെ മാതാവും കടന്നു വരുന്നത്. അവന് തോന്നി മാതാവ് കയറും അവിടെ പെട്ടെന്ന് റോസാപുഷ്പങ്ങൾ മണ്ണിൽ പൊട്ടി റോസാപുഷ്പങ്ങളാണ് ചെയ്യുന്നത്. മാതാവ് റോസാപുഷ്പങ്ങൾ പൊട്ടിച്ചു, ഇവര് പൊട്ടിച്ചു, ഇയാൾ പൊട്ടിച്ചു. നോക്കിയപ്പോ മാതാവ് നമ്മുടെ പരിശുദ്ധ മാതാവ് ജുവാണ്ടിയായിട്ട് റോസപ്പൂ പൊട്ടിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ ജുവാണ്ടിയാവോ പൊട്ടിച്ചു മാതാവിന്റെ കൈകളെടുത്തു. എവിടെ ഇടുക? പാത്രമൊന്നും കഴിയില്ല. അപ്പൊ മാതാവ് തന്നെ ഈ നമ്മുടെ കഴുത്തിൽ കെട്ടണ ഒരു ചാക്ക് ഉപയോഗിക്കുന്നത് പുറത്തിലെ ജുവാണ്ടിയാവുന്ന താഴോട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ അടുത്ത് വരാൻ സാധിച്ചില്ല, കാരണം എൻ്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു വൈദ്യനെ അന്വേഷിച്ചിറങ്ങിയത്. പ്രിയപ്പെട്ട മകനെ, നീ എന്റെ സംരക്ഷണമാണ്, നിന്റെ അമ്മാവൻ സുഖപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് വേഗം മലയിലേക്ക് പോയി അവിടെ നിന്ന് വിടർന്നു നിൽക്കുന്ന പനിനീർ പുഷ്പങ്ങൾ ശേഖരിച്ച് എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ.
അവൻ പുഷ്പങ്ങൾ കൊണ്ടുവന്നപ്പോൾ അമ്മ അവനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നിങ്ങളൊക്കെ ഏപ്രിലില്ലേ ഏപ്രിൽ തന്നെയല്ല പറയുന്നത് അടുക്കളയിലേക്ക് അങ്ങനെയാണ് ഈ കഴുത്തിൽ ചാക്ക് കെട്ടിയിട്ടുണ്ടാവും. ഈ ചാക്കിന്റെ 2 തല അടിച്ചിട്ട് മാതാവ് അതിന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 60 റോസാപുഷ്പങ്ങൾ ഇട്ടിട്ട് മാതാവ് തന്നെ അതിൻ്റെ 2 തല കഴുത്തിൽ 2 തല നീണ്ട റോസാപുഷ്പങ്ങൾ ഇട്ടിട്ട് മാതാവ് തന്നെ കഴുത്തിൽ കൂട്ടി കെട്ടി കൊടുത്തു. ഈ തല മടക്കിയിട്ട് കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ റോസാപുഷ്പങ്ങൾ കെട്ടിക്കൊടുത്തു. മാതാവ് റോസാപുഷ്പങ്ങൾ കെട്ടിക്കൊടുക്കുന്നതാണ് കാണുന്നത്. കെട്ടി കഴുത്തിൽ കെട്ടി കൊടുത്തു. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോയത് നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് പോയത്. ഈ ജുവാൻ ഡിയാഗോ ഈ പുഷ്പങ്ങളുമായിട്ട് മാതാവിൻ്റെ തന്ന പുഷ്പങ്ങളുമായിട്ട് ബിഷപ്പിന്റെ അടുത്തേക്ക് വന്നു. ബിഷപ്പിനോട് പറഞ്ഞു, എന്താ നീ പറഞ്ഞു? അല്ല, നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, പള്ളി പണിയെന്ന് പറഞ്ഞ കാര്യമില്ല, അത് പറയാനാണ് വന്നത്. അടയാളം ചോദിച്ചു. ഞാൻ അടയാളമുണ്ട്, മാതാവിന്റെ അടയാളം തന്നുണ്ട്. ധൈര്യം വന്നു. പഴയ പേടിപ്പോ പകപ്പോ ഭയമില്ല, അടയാളം തന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് അടയാളം തന്നിട്ടുണ്ട്. ബിഷപ്പ് ഒന്ന് നേരം തുടങ്ങി. കാരണം ബിഷപ്പ് അടയാളം തന്നു പറയില്ല. അവൻ നേരെ ഈ മാതാവ് കെട്ടിക്കൊടുത്ത 2 അറ്റത്തെ കെട്ടില്ലേ, ആ കെട്ടങ്ങ് അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ട ഉടനടി ബിഷപ്പിന്റെ മുമ്പിലേക്ക് റോസാപ്പൂക്കൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നു. ബിഷപ്പ് കണ്ണു നോക്കുമ്പോൾ റോസാപ്പൂ ഉണ്ടാകുന്ന കാലല്ല, എങ്ങനെ റോസാപ്പൂക്കൾ വന്നു അതും ചിന്ത. പിന്നെ മറ്റൊരു അത്ഭുതം ഉണ്ടായത് കർത്താവ് മാതാവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു. ബിഷപ്പിന്റെ മുമ്പിൽ വെച്ച് ഈ നിങ്ങൾ പറയുന്ന ഈ എന്താണ് ഏപ്രാൻ അഴിച്ചു വിട്ടപ്പോൾ ആ ഏപ്രാനില് അന്ന് മലയിൽ കണ്ട 2 ദിവസം കണ്ട ആ വാടരൂപ മാതാവിന്റെ ചിത്രം ഈ ഏപ്രാനിൽ പതിഞ്ഞിരിക്കുന്നു. പൂ താഴെ വീഴെടുക്കുന്നു. അതവൻ കണ്ടിട്ടില്ല കേട്ടോ, അവൻ കണ്ടിട്ടാണെന്നില്ല. അവൻ ചാക്കമായി ഏപ്രാനിൽ വാടരൂപ മാതാവിന്റെ ചിത്രം പതിഞ്ഞിരിക്കുന്നു. ഉടനടി ബിഷപ്പ് ആ ഇതിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. നിങ്ങൾ കാണുന്നതാണ് ഏപ്രിലില് ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം വന്നു. മെത്രാൻ അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി പോയി അതിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു സമ്മതിച്ചു. ഒന്നും കിട്ടിയില്ല. പിന്നെ സമ്മതിച്ചു. ഇനി നീ പള്ളി പണിയെന്ന് പറഞ്ഞ സ്ഥലമൊന്നും നിങ്ങൾക്ക് കാറ്റിതായെന്ന് പറഞ്ഞു. അപ്പോ ബിഷപ്പ് കാര്യം ചെയ്യുന്നു. ബിഷപ്പ് വളരെ ബുദ്ധിമാനാണ്. ബിഷപ്പ് ഇവൻ നാളെ വരുന്ന പറഞ്ഞപ്പോ ബിഷപ്പ് തന്റെ ഭരണത്തിലുള്ള മെയിൻ ആൾക്കാർ അറിയാലോ, ബിഷപ്പ് വികാരി ജനറൽമാരുണ്ടാവും, മറ്റേ അവരെ പ്രധാനപ്പെട്ട വൈദികരൊക്കെ അവിടെ അടിച്ചു നിർത്തിയിട്ട് വരുമ്പോ കാരണം എടുക്കുന്ന അമ്മയെ വരും. ഒരു ബിഷപ്പിന് തോന്നി വെറുതെ ഇപ്പം വരില്ല, എന്തെങ്കിലും ഒരു ധൈര്യം, അവൻ ഭയങ്കര ധൈര്യമുണ്ട്. അവരുടെ കാട്ടിലാക്കിയാലെങ്കിൽ കയറുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ധൈര്യം പുറകിലുണ്ട്, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ നാളെ വരുമ്പോ ഇവരൊക്കെ കൂട്ടി ഇത് വന്നപ്പോ ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇരിക്കുകയാണ്. ഇവര് കഴിച്ചിട്ടതും റോസാപ്പൂ താഴെയുള്ളതും ഈ ഏപ്രിലിൽ ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം പതിഞ്ഞതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നില്ല ഒരുമയോടി ബലിയർപ്പിക്കാം. നമ്മൾ ബലം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ റിട്ടയർഡായ സമയത്ത് ദൈവഗീതമാരായനായിട്ട് 3 ധ്യാനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ധ്യാനങ്ങൾ. ഒന്ന് രൂപ ധ്യാനത്തിൽ പോയി ദൈവഗീതമാരായനായിട്ട്. പിന്നെ എനിക്ക് തോന്നി വളർച്ച പോരാ, അല്പം കൂടി വളരണം. നമ്മൾ എന്നും പാല് പിടിച്ച് നടന്നാൽ പോരാ. കാനകൾ വെച്ച് നല്ല
കനള്ളത് കഴിക്കണ്ടേ, പെട്ടെന്ന് പാലും ഒക്കെ കഴിക്കും. അപ്പോൾ വരദാനങ്ങളുടെ ഒരു വളർച്ച ധ്യാനം നമ്മുടെ കൊടുത്തുവയിൽ അത് ഞാൻ പോയി 7 ദിവസമാണ് ആ ധ്യാനം. അത് പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പോരാ എന്ന് തോന്നിയിട്ട് നമ്മുടെ മാളയിലെ കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റിഗ്മാറ്റിക് ഫാദേഴ്സ്, പഞ്ചക്ഷതകാരികളുടെ വികാര അച്ഛന്മാർ ഇന്ത്യയിൽ 8 പേരുള്ളത്. 8 പേരൊക്കെ അവരാണ് ധ്യാനിക്കുന്നത്. അവിടെ പോയി ഇതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നമ്മുടെ കൊടുത്തുവയിൽ പോയപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു ജൂലിയുടെ അവസാന സമയത്ത് അട്ടപ്പാടി ധ്യാനമുണ്ട് ധ്യാനിക്കാൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇരിക്കണേ, അടങ്ങി ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ എനിക്കിപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ ജോലി പ്രൊഫഷണൽ കൂടെ ചോദിച്ചു. ഞങ്ങൾ പോവാറുണ്ട്, ലീവ് എടുക്കണം അച്ഛന്മാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നാലും പോകണം, ലീവുകാർ പോകണം. എന്നിട്ട് ആൾ പറഞ്ഞു കൗൺസിലിംഗ് സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞു പ്രൊഫഷണൽ പോയിട്ട് വരണ്ടായാലൊക്കെ തന്നുണ്ടല്ലോ, എന്ത് ഉപയോഗിക്കാതെ വെച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഒരു ഉദാഹരണം തന്നെയാണ്, എടുക്കുന്ന കിണറിൽ നിന്ന് കുറവ് വരുള്ളൂ. കുറവ് കോരി എടുത്തില്ലെങ്കിൽ 5-10 കൊല്ലം കഴിയുമ്പോൾ ആ കിണറ്റിൻ്റെ കുറവ് വെച്ചിപ്പോകും. എൻ്റെ അനുഭവത്തിലാണ്. ഞാൻ താമസിക്കുന്ന വീട് വറ്റി മൂല്യമായിട്ടാണ്. അതിനെ തെറ്റി പറഞ്ഞാൽ വറ്റി മൂല്യമാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും അന്ന് വ്യക്തിക്ക് പോകില്ല. പക്ഷെ അത് നിർവീര്യമായി പോകും, നിർവീര്യമാണ്. ഞാൻ ആ പറമ്പൊക്കെ കിട്ടപ്പോൾ അവിടെ 4 സെൻറ്റ് ഭൂമി ബാക്കിയിട്ടുണ്ട്. അതിന് പോകലാണ്. ഞങ്ങളവിടെ താമസിക്കുന്ന നന്നായി ഉള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു 10-12 കൊല്ലം ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വഴിയുടെ അടുത്തേക്ക് മാറും, കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരിയോട് ഞാൻ സ്ഥലം വെച്ച് വിടുള്ളൂ. ആ ഉറവാണ് പ്രത്യേകത. 10 അടി കഴിഞ്ഞാൽ പാറലാണ്, 115 അടി പാറലാണ്. ഈ ബോറത്ത് കൊള്ളുന്ന പ്രത്യേകത ഉപയോഗിക്കുന്ന ചോറ് വെച്ചാൽ നിന്നു. പക്ഷെ ഈ ഉറങ്ങുന്നില്ല. ഇപ്പം ഞാൻ പിന്നീട് റിട്ടയർഡായി അവിടെ നിന്ന് നനയ്ക്കാന്ന് വെച്ചിട്ടുണ്ട്. കുറവുണ്ട്, പക്ഷെ 5 മിനിറ്റ് അടിച്ചാൽ അത് പറ്റും. വീട്ടിൽ 5 മിനിറ്റ് അത്രയും ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് അത് കുറവുണ്ട്, പറ്റിയിട്ടൊന്നുമില്ല. ഉപയോഗിക്കാത്തത് കൊണ്ട് ഉറവാക്കി ആ കരു ശക്തി കുറഞ്ഞു പോയി. ഇനി അടിക്കുന്ന നല്ലൊരു തോന്നുന്നു വീട്ടിൽ ചെറിയ കിട്ടുന്നു. അപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞു ചേട്ടാച്ചേട്ടൻ കിട്ടിയിട്ടുള്ള വരങ്ങൾ ദാനങ്ങൾ ചില്ലറയില്ല, അത് ഉപയോഗിക്കണം. വരങ്ങൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളതാണ്. ചേട്ടൻ നല്ല കഴിവുണ്ടല്ലോ ഇല്ലാന്നൊന്നും പറയാൻ ഞാൻ ആണെന്ന്. അപ്പോൾ അത് ഉപയോഗിക്കണം. ചേട്ടനൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ചേട്ടന് അറിയുമോന്ന് ചോദിച്ചു. നമുക്ക് അറിയാം. ചേട്ടൻ പറയാം അന്ന് പറയാൻ പോകുന്ന എനിക്കറിയാൻ തോന്നുന്നു. അപ്പം ചേട്ടൻ സൗഖ്യപ്പെടുത്താനുള്ള വാക്കുണ്ടല്ലോ അറിയാം എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ചോദിച്ചു. ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല, അപ്പോൾ സമയമായി. കാരണം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ദൃഢമായി ഇനി എന്തായാലും ജോലി കൊണ്ടുവരാൻ ഉദ്ദേശം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഇപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും വെറുതെ നേരം വെറുതെ കാര്യം നോക്കിയിട്ട് ഒരു ജോലി ഉണ്ടായിരുന്ന ആൾ എപ്പോഴും വിളിക്കുന്നതാണ് ഇവരൊക്കെ ഭ്രാന്ത് പിടിച്ചു പോകുന്നു. ശരിയാണ്, കർത്താവ് വിളിച്ച് ഭ്രാന്ത് പിടിച്ചു. കാരണം നമുക്ക് ഈ ഉള്ളിൽ വന്നാലേ ആരോഗ്യം പറയണം. ഇപ്പം ഞാനൊരു ചെറിയ ശുശ്രൂഷ തുടങ്ങി വെച്ചാൽ കുറച്ച് നാളായിട്ട് കുടികളുടെ കൂട്ടാളി ഇല്ലാത്തതുകൊണ്ട് വീടുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്ന് കേൾക്കുക, ചിലർക്ക് വയ്യാണ്ട് കിട്ടുന്ന വ്യക്തി ഇവരുടെ അടുത്തേക്ക് പോവുക. അവർ പറയുമ്പോൾ കേൾക്കില്ല. ഞാൻ അവർക്ക് ഒരു വട്ടയപ്പം, ഒരു വീട്ടിൽ 2 വട്ടയപ്പം, ഒരു രോഗികളുടെ 4 പുസ്തകം, ഒരു കോര കൊണ്ട, അവർ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പള്ളിക്ക ഏറെ കാരണമാണ് ഒരു സാധനം പള്ളി ഞങ്ങൾക്ക് കാണില്ല. അപ്പം അവരെന്നെ പള്ളിക്കാരനായിട്ടാണ് കാണുന്നത്. പള്ളിയിൽ ആദ്യമായിട്ടാണ് ഈ സാധനം. ഞാൻ തിരിക്കാനും പോയില്ല, ഞാൻ പള്ളിക്കാരനല്ല, പട്ടക്കാരനല്ല, ഒന്നും പറയുന്നില്ല. പള്ളിയിൽ ആദ്യമായിട്ട് സംഭവം കിട്ടിയിരുന്നു. ഓഫീസൊക്കെ വീട്ടിലാണ് പോയത്, ഒരു സമയം പോയത്. അതിൽ ആ അമ്മ മരിച്ചു. അവർ 2 ആൾക്ക് കൊടുത്തു. വട്ടയൊക്കെ ആദ്യമാണ് കിട്ടി. സന്തോഷമായി പറഞ്ഞു. അവർക്ക് വട്ടയപ്പം 1000 വട്ടയൊക്കെ കഴിക്കാൻ കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കിട്ടുന്നത് അവർക്ക് സന്തോഷം. ഇങ്ങനെയാണ് കേൾക്കാൻ ചെയ്യുന്നത്. നമ്മൾ ഉപദേശിക്കാൻ പോകണം. അത് പറഞ്ഞു കേട്ടി പ്രാർത്ഥിക്കാൻ പോകണം. അതൊക്കെ
പ്രശ്നങ്ങളുണ്ടാകും. പ്രാർത്ഥിക്കാട്ടെന്ന് പറഞ്ഞു വിശ്വസിച്ച് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇറങ്ങി ചത്തഞ്ഞും മുട്ടഞ്ഞും വീട്ടിലിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് സംസാരിക്കാൻ ശക്തിയുണ്ടല്ലോ, നടക്കാൻ കഴിവുള്ളതും തമ്പ്രാന്നുണ്ടല്ലോ, കാണാനുള്ള കാഴ്ചയ്ക്ക് എത്ര ആൾക്കാർ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്ന് പറയണം. ഞാനത് പറയാൻ എനിക്ക് 60 വയസ്സിൽ കടന്നപ്പോഴത്. അപ്പോൾ നിങ്ങൾ ചെയ്യണം എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ പിന്നെ അത് കൂട്ടണമെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും ബോർവെല്ലിൽ കുഴിക്കുന്ന ആളൊക്കെ ഒന്ന് കംപ്രസറിൽ ബോർവെല്ലിൽ കുഴിക്കേണ്ട, പക്ഷേ എനിക്ക് പ്രഷർ കൊടുത്ത് വീണ്ടും ചെയ്യണം. അപ്പോൾ നല്ല തുക വരും, എന്തെങ്കിലും തുകയൊക്കെ കൊടുക്കും. ഇപ്പം ഞാൻ ഇനി വീണ്ടും നമുക്ക് മാതാവിലേക്ക് തിരിച്ചു പോകാം. ഞാൻ എടുക്കുന്ന 4 വിഷയങ്ങളാണ്. നിങ്ങളോട് ഇതിന് മുമ്പ് ഞാൻ എടുത്തത് കേട്ടത് ജോൺസേട്ടനും ജാൻസി ടീച്ചർ അല്ലാതെ ആരെങ്കിലും ഞാനൊരു ഇവിടെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് മാനസാന്തരം. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ക്ലാസ്സാണ് മാനസാന്തരം. ആ കാര്യം പറയാതെ നിങ്ങൾ കരഞ്ഞു പോയി എന്നാണ് പറയാറ്. അത് കേട്ടിട്ട് നിങ്ങൾ 2 പേരെല്ലാം ടീച്ചർ കേട്ടില്ലേ? ജോൺസേട്ടൻ കേട്ടില്ല, വേറെ ആരെങ്കിലും കേട്ടിട്ടില്ല. ഞാൻ അപ്പം അന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കില്ലേ, മരിച്ചുപോയോ? അപ്പൊ നിങ്ങളുടെ അന്ന് പറഞ്ഞവരൊക്കെ ഏകദേശം 3 കൊല്ലം അതിനോട് 3 കൊല്ലം. അപ്പൊ അത് 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർക്ക് പറയാൻ പറ്റും ഏതാ ക്ലാസ്? ടീച്ചർ കേട്ടിട്ടാണ് ക്ലാസ് മറന്നുപോയി ഒഴിച്ച് പായസൊക്കെ അതിൻ്റെ മുമ്പ് നമ്മളെ മാലകന്മാരെ കുറിച്ച് ഞാൻ ഫോട്ടോ ഒക്കെ കാട്ടിയിട്ട് നവോർദ്ധ മാലകന്മാര്, സപ്തമാലകന്മാര്, മുഖ്യദൂതന്മാര് ഇവരുടെയൊക്കെ ഫോട്ടോ കാട്ടിക്കൊണ്ട് ഞാൻ ക്ലാസ് ഞാൻ ആ ക്ലാസ് കൊണ്ടുവന്നില്ല. കേട്ട താരങ്ങളുണ്ടാവും എന്നറിയാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ 5 വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഓരോ മാലാകന്മാരോട് പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ട്. നിങ്ങൾക്കറിയോ സമയം? ഓരോ നവോർദ്ധ മാലാകന്മാരോട് പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ട്. മുഖ്യദൂതന്മാരുടെ സമയമില്ല. മറ്റു മാലാകന്മാരുടെ പ്രാർത്ഥിക്കുന്ന സമയം. അവർക്ക് ഓരോ കളറുണ്ട്. ഞാനത് ആ കളറ് ഫോട്ടോ ഒക്കെ എടുത്ത് കാട്ടിയിരുന്നില്ല, അതൊക്കെ എടുത്ത് കാട്ടിയിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം. ഇനി നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓരോ കാവൽമാലാകന്മാരുണ്ട്, പേരറിയുന്നുണ്ട്, അറിയില്ല. മാലാകന്മാർ നിങ്ങളുടെ പേരറിയുന്ന പുസ്തകം എടുക്കുമ്പോഴേക്കും പുസ്തകം കിട്ടും. നിങ്ങൾ ജനിച്ച തീയതി 15 ദിവസത്തേക്ക് മാലാകയാണ് കാവൽമാലാക നിശ്ചയിച്ചത്. ആഹിയ കുട്ടിയെന്ന് എൻ്റെ കാവൽമാലാക. അങ്ങനെ ഓരോ കാവൽമാലാകന്മാരുണ്ട്. ആ കാവൽമാലാകരുടെ പേര് വിളിച്ചാൽ നമ്മുടെ എന്തെങ്കിലും വരുമത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽമാലാകയുണ്ട്. ആ സമയത്ത് നമ്മൾ ജനിച്ച തീയതികളിൽ ആ ദിവസങ്ങളിൽ കാവൽമാലാകരുടെ പേരുണ്ട്. ഞാൻ എൻ്റെ കന്യാസിമക്കള് 2ാമത്തെ വിളിച്ചു. അപ്പൊ എൻ്റെ കാവൽമാലാകരുടെ പേര് ചില പറയുകയോ മറന്നുപോയി, ഒന്ന് വാട്സപ്പിൽ ഇട്ടിട്ടോ ആ മാലാകയുടെ ഡ്യൂട്ടി, ആ മാലാക നമുക്ക് എന്ത് ചെയ്യണം, മാലാകയുടെ എന്നെ പ്രാർത്ഥന ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 5 പേരുടെയും കാവൽമാലാകന്മാരുടെ പേരും അവരുടെ ഡ്യൂട്ടിയും ഞാൻ താഴെ നോക്കിയിട്ട് ഞാൻ എൻ്റെ മാലാകയുടെ അതിൽ അവിടെ ഒന്ന് നോക്കണേക്കും അത് ശ്രമിക്കൊക്കെ ആയപോലെ നോക്കിയാണ്. നിങ്ങളത് പുസ്തകം മേടിച്ച് നോക്കണം. കാവൽമാലാകയുടെ പേരൊക്കെ നമ്മൾക്ക് കാണാൻ നിൽക്കാൻ ഒരാളുണ്ടെന്ന് നമ്മളെങ്ങനെ വെറുതെ നിന്നിട്ട് പട്ടിയെ മുടക്കി പൂച്ചയെ മുടക്കി തോക്ക് പിടിച്ചു സംരക്ഷണം ഏർപ്പെടുത്താൻ. പട്ടിയും പൂച്ചയും നമ്മൾ നോക്കില്ലണ്ട. പട്ടിയൊക്കെ കാവൽമാരെ ഞാൻ കൊച്ചനുഭവം നിങ്ങൾ അനുഭവം പറയുന്നത് ഇഷ്ടമാണോ? എൻ്റെ വീട്ടിനടുത്ത് വലിയൊരു പോരാളി കവന്നു തോക്ക് ലൈസൻസിലെ തോക്കുണ്ടാവേ തൊട്ടുണ്ടാവും. അപ്പൊ ആള് എൻ്റെ അളാപ്പിന്റെ പേരിട്ടിട്ട് പറയണം, കൊച്ചപ്പ ഈ തോക്കെടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കുന്നത് വെക്കാൻ പിടിക്കാനുള്ള പറഞ്ഞില്ല. കൊച്ചപ്പാവായ വീട്ടിൽ വെക്കാൻ പറ്റില്ല, കൈ ലൈസൻസിൽ നോക്കണം. അപ്പോൾ ഇതൊന്നും കഴിക്കുന്ന കാര്യമില്ലേ? നമ്മുടെ കാവൽമാലാകന്മാരുടെ സംരക്ഷണം വേണം. പേരിന് കാരണഭൂതിയായ കാവൽമാലാകരുടെ സംരക്ഷണം വേണം. നിങ്ങൾക്ക് ഉറക്കം വരേണ്ടൊക്കെ കാലത്ത് വരാണ്ട് ഉച്ചയ്ക്ക് വന്നാരെയുണ്ട് കൈകുട്ടി ഉണ്ട്. അവർക്ക് ഉറക്കം വേണ്ടി ഞാൻ വിദ്യ പറഞ്ഞു ചാരി ഇരിക്കരുത്, ചാരാണ്ടിരിക്കണം. ചാരി എന്നാൽ സുഖപ്രദമാണ്. നല്ല കൈ പിടിച്ചു ഈ സുഖമാണ് വേഗം പറഞ്ഞ കാര്യം കുറച്ചാണ് ഉറങ്ങുന്നത്. സ്വാഭാവികമാണ്, മനുഷ്യനെ ഉറങ്ങിക്കും. അപ്പോൾ നിങ്ങൾ ചാരാണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുറേ നേരം നട്ടെല്ലിന് സപ്പോർട്ട് കിട്ടിയാൽ സുഖമാണ്. ചൂട് എന്ന് പറയുന്നത്
ഇങ്ങനെ ചാടിയിരിക്കുമ്പോൾ ചെറിയ ചൂട് വരും. ഒരു തനിയെ സുഖമായിട്ട് ഉറങ്ങി. വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ നമ്മുടെ കൊളത്തുവൈറ്റ് അച്ഛനോട് ചോദിച്ചു അവസാനമായിട്ട്, അച്ഛ ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടും ഭക്ഷണം എന്തൊക്കെ സംശയം സംശയമില്ല. പക്ഷേ ഒരു 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 ബുദ്ധിമുട്ടുള്ളൂ. രാമായണം പറഞ്ഞു ദൈവം പ്രവർത്തിച്ചു, ദൈവം പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ ആ മേഖലകളൊക്കെ യേശുവിന്റെ കരുതലേക്ക് സമർപ്പിക്കണം. ഞാനിത് പറഞ്ഞത് നമുക്ക് ഓരോന്നും തോന്നിക്കും, നല്ല തോന്നിപ്പുകളൊക്കെ ഇഷ്ടമാകുന്നത്. ഇത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ വീട്ടിൽ തന്നിട്ട് ഒരു നിമിഷം നേരം നിങ്ങൾ പ്രാർത്ഥന ഉള്ളവരുണ്ട് ഉള്ളവര് പ്രാർത്ഥിക്കാൻ തനിയായിട്ട് പോയിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ നാളെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ വീടിടിച്ചു വിളിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ പണിയുമ്പോ ഒരു പ്രാർത്ഥന കൊടുക്കും. എൻ്റെ അമ്മയുടെ വലിയ വാശിയായിരുന്നു. ഈ കൊണ്ടുപടി പഠിക്കുന്നത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഞാൻ പ്രാർത്ഥിക്കാൻ കൂടി പഠിച്ചു. അപ്പോൾ എനിക്കങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ഞാൻ ആ രൂപത്തിൽ നല്ല ഭംഗിയിലെടുത്ത് പടിഞ്ഞാറോട്ട് മുമ്പായിട്ട് വെച്ചിട്ടു. ആൾ പെരഞ്ഞു നസുക്കിയെ എന്താ ഇവിടെ നമ്മൾ പ്രാർത്ഥന വലിയ ആളാണ്. അത് കിഴക്കോട്ടല്ലേ വെക്കുന്നത്. നിങ്ങൾക്ക് ബോധം പറയണം. സൗന്ദര്യ വലിയ കൂടെ വെച്ചത് അതൊക്കെ നല്ലത്. അത് അവിടെ എടുത്ത് എന്നിട്ട് ഇവിടെ നിനക്ക് ആലോചിച്ച് മൂലയിൽ ആലോചിക്കും. എന്നിട്ട് ഇവിടെ വിൽക്കുക, കിഴക്ക് ഭാഗത്ത് വിൽക്കുന്നു. ഞാൻ ചുമരൂരായങ്ങളൊക്കെ വെച്ച് തിരിച്ച് ആ കൂടെ അങ്ങനെ താങ്ങാവുന്ന രീതിയിൽ കിഴക്കോട്ട് വെക്കുന്നു. ആള് മരിക്കുന്നതിന് മുമ്പ് കിഴക്കോട്ട് വെച്ചു. കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം കിഴക്ക് ഒന്ന് പറഞ്ഞ് വിജയിക്കാനെടുക്കാം, കേൾക്കാനാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ വാക്യം വാക്യാണ്. കാരണം ഇല്ലായ്മയിൽ നിന്ന് എന്നെ കൈപ്പിടിച്ചാൽ വിശ്വാസത്തിന്റെ കൊച്ചു ചെറുപ്പം തൊട്ട് കൂലിപ്പൊഴിക്ക് പോകുന്ന കാലത്ത് മുടങ്ങാതെ ജീവിതത്തെ സംബന്ധിച്ച് കൂലിപ്പൊഴിക്ക് പോകുന്നതിനാണ്. പിന്നീട് എൻ്റെ അമ്മ കൂലിപ്പൊഴിക്ക് പോകുന്ന അവസരമായി ഇഷ്ടംപോലെ സൗകര്യങ്ങളായി. കാതോട് വണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ആയപ്പോൾ അമ്മ പറയാതെ മോനെ, ഈ നിങ്ങൾ വന്ന വഴികൾ നിങ്ങൾ മറക്കരുതാണ്. അങ്ങനെ പറയാം. നിങ്ങളങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി വന്ന വഴി മറക്കരുതാണ് പറയാറ്. നിങ്ങളുടെ അമ്മ വില ചൂണ്ടി പറയാറുണ്ട്. സംഭവം നമ്മളോട് പറയാൻ പ്രൈസിലോട് അഭ്യർത്ഥന അമ്മ അവസാനം പ്രാർത്ഥിക്കരുത്. ഈ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കില്ല. എനിക്കറിയാം. കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നതിനോട് ചീത്ത പറയാമെന്ന് വിചാരിക്കും. നല്ല വചനം കേൾക്കാനുള്ള മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ പോകുന്നത് ഈ മെഡ്ജിഗോറിയിലേക്ക് കൊണ്ടുപോകണം. മെഡ്ജിഗോറിയിൽ പോയത് ഞാൻ മാത്രമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. മെഡ്ജിഗോറി മാതാവിന്റെ ഒരു പ്രത്യേകത, യൂറോപ്പിലെ ബോസ്നിയയിലെ കൊച്ചു ഗ്രാമമാണ് മെഡ്ജിഗോറി. മെഡ്ജിഗോറിയിലെ രണ്ട് മലകളിൽ ഒന്നായ അപ്പേരേഷൻ ഹിൽ എന്ന് ഞാൻ പറയാം, ഓസി എന്ന് പറയുന്ന വിഷയം 1981 ജൂൺ 24 മുതൽ 6 കുട്ടികൾക്ക്, അന്ന് കുട്ടികളായിരുന്നു, ഇന്നിപ്പോൾ അവർ പോയപ്പോൾ ഞാൻ പോയപ്പോൾ കണ്ടു വിവാഹിതരാണ്, അവർ മക്കളുള്ളവരാണ്. പക്ഷേ ഈ 6 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ടല്ല മിക്ക ദിവസങ്ങളിലും അമ്മ ഇവര് ഈ മലയുടെ മുകളിലേക്ക് കയറിയാൽ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കും. അവർ അമ്മയോട് സംസാരിക്കും. അവർ തിരിച്ചു വായിക്കും. ഈ മലയുടെ പ്രത്യേകത നമ്മൾ മലയാറ്റൂർ മല കാണുന്ന പോലെയല്ല. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാർബിളാണ് മല. മാർബിള് അതുകൊണ്ട് നിങ്ങൾക്കറിയാം, മാർബിള് ഉള്ള മലയിലേക്ക് കയറിയാൽ മാർബിളിന്റെ പീസൊക്കെ നിൽക്കുന്നുണ്ടാവും. ആ പീസ് തട്ടിയ ഒരു കാലം പൊളിഞ്ഞു വന്ന നാശം. അപ്പോൾ നിർദ്ദേശം പോകുന്നവരൊക്കെ ഷൂ ധരിക്കും. ഷൂ ധരിച്ചിട്ട് അതിന് പൊളിഞ്ഞ് കയറിയ കാലം പൊട്ടും ഉറപ്പ്. അപ്പം ഞങ്ങളൊക്കെ ഷൂ ധരിച്ചിട്ട് കയറി. ഞാൻ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയത് 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ
തൂവ വസ്ത്രം ധരിച്ച് കയ്യിലൊരു കുഞ്ഞുമായി നിൽക്കുന്ന അതിസുന്ദരിയായ യുവതിനെയാണ് ആദ്യമായിട്ട് ഈ 6 പേര് കണ്ടത്. ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവരോട് ആംഗ്യം കാണിച്ചിട്ട് അമ്മ വിളിച്ചു, അടുത്തേക്ക് വരാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയാണെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ജപമാല കയ്യിലുണ്ട്. കുട്ടികളോട് അടുത്ത് ചില കുട്ടികൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു, വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് പറഞ്ഞു. പിന്നീട് ഈ കുട്ടികളോട് പറഞ്ഞു ജപമാല ചെന്നാൽ പറഞ്ഞു. ജപമാല ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജപമാല ചൊല്ലി സമാധാനത്തിന്റെ സന്ദേശങ്ങൾ നൽകിയിരുന്നു. സമാധാനത്തിന്റെ രാജ്ഞി എന്നാണ് അവിടെ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞത്. സമാധാനത്തിന്റെ രാജ്ഞി. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്, സാത്താനോട് പോരാടാനായിട്ട് പറഞ്ഞു. അമ്മ അവിടെ വെച്ച് അവർക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. സാത്താനോട് പോരാടാൻ, സാത്താനോട് അനുമതി ഒരു ഭാഷയില്ലാതെ അടരാടാൻ പോരാടാൻ പറഞ്ഞു. അമ്മ മെഡിക്കോളിൽ വെച്ച് പറഞ്ഞു. 5 ആയുധങ്ങളെ കുറിച്ച് അവർക്ക് അവിടെ വെച്ച് ഈ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ഒന്നാമത്തെ ആയുധം നമുക്ക് പരിചയം തന്നെ പ്രാർത്ഥന. രണ്ടാമത്തെ ആയുധം ദൈവവചനങ്ങൾ വായിക്കണം, പ്രാർത്ഥനകൾ നിരന്തരം നടത്തണം, ദൈവവചനം വായിക്കണം. മൂന്നാമത്തെ കുമ്പസാരം, അടുക്കൽ കുമ്പസാരിക്കണം. ഈ മെഡിക്കോളിന്റെ ഏക പ്രത്യേകത ഞാനെന്ന് പറയുമ്പോൾ ഒരു 200 കുമ്പസാരം കൊടുക്കണം. വിവിധ ഭാഷകളിൽ അവർ കുമ്പസാരിക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു അതിൻ്റെ കുമ്പസാരം ലോൺ കൊടുക്കേണ്ട സ്ഥലം ഇവിടെ ഏതാ പറപ്പൂര തന്നെയാണ് വിശുദ്ധനിരിക്കുന്നത്. ഈ കുമ്പസാരത്തിന്റെ വിശുദ്ധനാണ് അത്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരിക്കാൻ, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തോടെ കൊന്നാളാണ്, വിളിച്ചെടുത്ത് കൊന്നാളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കുമ്പസാരം. പിന്നീട് 4ാമത്തെ ഉപവാസം, പ്രാർത്ഥന, ദൈവവചനം, കുർബാന, കുമ്പസാരം, ഉപവാസം. 5 കാര്യങ്ങളാണ് അമ്മ ഈ കുട്ടികളോട് നിരന്തരം പറഞ്ഞിരുന്നത്. പിന്നെ ബുധൻ വെള്ളി അവരോട് പറഞ്ഞതാണ്, മാതാവ് നേരിട്ട് പറഞ്ഞതാണ്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ പാപികളുടെ മാനസാന്തരനായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് അവരോട് അടിമറിയിട്ടുകൊണ്ട് പലതവണ പറഞ്ഞു. അപ്പോൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമുക്കും ഉപവാസിക്കുന്നവരാരെങ്കിലും ഉപവാസം പല രീതിയിലുണ്ടോ. ചിലർക്ക് വയസ്സായവർക്ക് ഉപവസിക്കാൻ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിലോട്ട് 6 മണിക്ക് ഉപവസിക്കാൻ പറ്റിയിട്ടുള്ളൂ. 2 നേരം ഭക്ഷണം ഉപേക്ഷിക്കും, ചിലർ 1 നേരം ഭക്ഷണം ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെ അതിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടാണ് വലുത്. എന്താണ് നമ്മുടെ നിലപാടാണ് ആ വലുത്. നമ്മൾ അതിനുള്ള ഒരു മുൻതൂക്കം വികാരം വന്നിട്ട് വായ്പാടണ്ട. വികാരം വന്നിട്ട് അത് നിങ്ങൾക്കൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് വികാരം വരാത്ത വായ്പ അങ്ങനെ വൈകിട്ടായിരുന്നു. വികാരം വന്നില്ല, അതുകൊണ്ട് വൈകി അത് പാടില്ല. മുൻപ് തീരുമാനിക്കാൻ നാളെ വയമ്പാണ്. ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ വയമ്പാണ്. ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ വയമ്പാണെന്ന് എന്നോ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ മുമ്പ്. അല്ലാണ്ട് വികാരം വന്നില്ല, ചിലപ്പോഴേക്ക് ഇറച്ചി തീർന്നു, അതുകൊണ്ട് ഇന്ന് നമ്മൾ തൊട്ടാ അത് ദൈവം ശീലിക്കില്ല. അത് നിനക്ക് കിട്ടാത്തത് കൊണ്ടാണ്, മൂളികളൊക്കെ കിട്ടാത്തത് കൊണ്ട് അത് ആ കുഴിക്കാൻ കൊണ്ടിരിക്കാന്ന് പറഞ്ഞ പോലെ അത് പാടില്ല. അപ്പോൾ ഈ മെഡ്ജിമോണി മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ കുറിച്ചുള്ള കഴിഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞു, എൻ്റെ ഭാര്യ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റാണ്. അവിടെയൊക്കെ പോയി മെഡ്ജിമോണിയെ പോലെ അനുഭവമുള്ള ഒരു സ്ഥലം. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്തൊന്നില്ലാത്തൊരു മണം വരുന്നു, എന്തൊരു ആനന്ദം നിർത്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ ഇറങ്ങാത്ത മിഠായി. അപ്പം ആദ്യമായിട്ട് ഇറങ്ങിയത് എൻ്റെ കൂട്ടുകാരൻ ബോംബെയിൽ എനിക്ക് അയച്ചത് കോഴികൾക്ക് വന്നു. ഒരെണ്ണമുള്ളതാണ് ഞാൻ 8 വായിലിട്ട് വന്നു. നിങ്ങളൊക്കെ വന്നു ഞാൻ വായിലിട്ട് നിങ്ങൾക്ക് എനിക്ക് രസം ചെയ്യാൻ നിങ്ങൾക്ക് രസം ചെയ്യാം. ഞാൻ വായിലിട്ട് തിന്നു. ഇതുപോലെയുള്ള ടേസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ എനിക്ക് കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. നോങ്ങിയിരിക്കാണ്ടിരിക്കുന്ന കാശ് പോലെ ഈ കൊച്ചു കാശ് പോലെ കുറച്ച് ചെറിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ വേളാനിരിക്കും. അതിന് അപ്പോൾ ഇത് നമ്മൾ പാർട്ടിയിലേക്ക് പോവാണ്. ഇതുപോലെ ഉപയോഗിക്കില്ല. മനസ്സിന് തട്ടുണ്ടോ? ഹൃദയത്തിൽ കുളിർമ തോന്നുന്നുണ്ടോ? മാതാവിന്റെ സ്പർശം തോന്നുന്നുണ്ടോ?
ഞാനിത് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഒരു അസിസിയിലെ അവർ പറഞ്ഞാണ് ഈ ക്ലാസ് വരുന്ന സമയത്ത് മാതാവിൻ്റെ റോസാപ്പൂവിൻ്റെ മണം വന്നിരുന്നു. ഭയങ്കര അനുഭവമായിരുന്നു. അല്ല ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കൊടുക്കുന്ന അഭിഷേകം നമ്മൾ അത് സൂചിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായെങ്കിൽ ഈശോയോട് നന്ദി പറയാം. ഇനി ഫാത്തിമ മാതാവിനെ കുറിച്ചാണ് പറയുന്നത്. ഫാത്തിമ നമുക്ക് അറിയാം, നിങ്ങളൊക്കെ കുറച്ച് കേട്ട് പറ്റിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. 1917 മെയ് മാസം മുതൽ ഒക്ടോബർ 13 വരെയുള്ള തീയതി 6 മാസം പോർച്ചുഗലിൽ ലിസ്ബണിനടുത്ത് ഫാത്തിമയും ലൂസി ജെസിന്ത, അറിയില്ലേ ലൂസി ജെസിന്ത, എല്ലാവരും 3 ഇടയ കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു: പ്രാർത്ഥിക്കുക, അനുദപിക്കുക, പരിഹാരപേക്ഷിക്കുക. ഈ 3 കാര്യങ്ങളാണ് അമ്മ പ്രധാനമായിട്ട് പറഞ്ഞത്. പ്രാർത്ഥിക്കുക, അനുദപിക്കുക, പരിഹാരപേക്ഷിക്കുക. പിന്നെ പറഞ്ഞത് മനുഷ്യാത്മാക്കൾ പാപത്തിൽ നിന്നും നരകാഗ്നിയും പഠിക്കുന്ന അമ്മ വേദനിക്കുന്നത് കുട്ടികൾക്ക് ദർശനത്തിലൂടെ കാട്ടിക്കൊടുക്കും. നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ വേദനയും ദുഃഖവും ദർശനത്തിലൂടെ അവർക്ക് അമ്മ നിന്നുകൊണ്ട് അവർക്ക് കാട്ടിക്കൊടുക്കും. വിവിധ സ്വർഗീയ രഹസ്യങ്ങൾ അമ്മ കുട്ടികൾക്ക് നൽകി. വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിർണയങ്ങൾക്ക് പരിഹാരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ അവരോട് പറഞ്ഞു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈ ഈശോയെന്ന് പ്രാർത്ഥിക്കുന്നു. അതെവിടെ നിന്നുണ്ട്? ഫാത്തിമയിലെ ലൂസി ജെസിന്ത ഫ്രാൻസിസിന് പരിശുദ്ധ അമ്മ നേരിട്ട് അമ്മയുടെ വായ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നുള്ള ഓരോ രഹസ്യം കഴിയുമ്പോൾ ഈശോയെ പ്രാർത്ഥന കൊടുക്കണമേ. വളരെ ഈസി ആയിട്ട് എഴുതിക്കണം. ഈശോയെ പ്രാർത്ഥന കൊടുക്കണമേ, നരകാഗ്നിയും രക്ഷിക്കണം, എല്ലാ ആത്മാക്കളെയും വിശേഷിക്കാം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അമ്മ ത്രേസ്യ, അമ്മ ത്രേസ്യ വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ എഴുതി കൊണ്ടുപോകുന്നല്ല, ഈ ആ സമയത്ത് പറയണം. അമ്മ ത്രേസ്യ ഈശോ വിശിയാക്കിയ തൊട്ടടുത്തിരിക്കുന്ന ശുദ്ധി കൊടുക്കുക. എനിക്ക് ശുദ്ധീകരിക്കണം. ഞാൻ പറയുന്നതിന്റെ ലക്ഷ്യം എനിക്ക് എല്ലാവരെയും കണ്ടാണ്. കണ്ണ് അല്പം വലുതെന്ന് പറയുന്നത്, കണ്ണ് വലുതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കും, പിന്നെ ഉറങ്ങാൻ ആരെങ്കിലും ഭാവിച്ചാൽ ഞാൻ ഉറക്കം ചോദിക്കും, ഉറങ്ങുന്നവരോട് ചോദിക്കും. അപ്പോൾ ഉറങ്ങണ്ട അവിടെ ആരും രക്ഷപ്പെടാൻ എളുപ്പമില്ല. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥന മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എവിടെ വെച്ച് പഠിപ്പിച്ചത്? ഫാത്തിമയില്. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഫാത്തിമയില് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഓരോ രഹസ്യം കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ കുട്ടികളുടെ മേഖല അവിടുത്തെ ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് നടപടിയെടുക്കും. ഇവർക്ക് ഭ്രാന്താണ്, ഇവർക്ക് ബോധമില്ലാത്തവരാണെന്ന് പറഞ്ഞ് അവരെ തുറവിലടച്ചു. ഇത് ഭയങ്കര പ്രശ്നമായി. ജനങ്ങൾ ഒന്നടക്കം അവിടെ സംഘടിക്കുകയും ചെയ്തു. അവസാനം ഗവൺമെന്റ് പറഞ്ഞു തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്, ഈ കുട്ടികൾക്ക് മോചിപ്പിച്ചു. ഈ കുട്ടികൾക്ക് സന്ദേശം വരികയാണെങ്കിൽ നാളെ ഞാൻ അവിടെ ഒരു വന്നോളെന്ന് പറയും. കുട്ടികളെ തടഞ്ഞു വെച്ചിട്ട് കാര്യം, കുട്ടികളെ സമയം ഒഴിക്കുള്ളൂ. 5 രഹസ്യങ്ങൾ ചൊല്ലി 15 മിനിറ്റ് ഈശോയുടെ പീഡാനത്തെ കുറിച്ച് ധ്യാനിച്ചാൽ ദൈവം നന്മ അവിടെ വെച്ച് മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷത്തെ പറഞ്ഞ കാര്യമാണ്. 50,000 കൊടുക്കുന്നല്ല, ഓരോരുത്തർക്ക് ചെറിയ കാര്യം പറഞ്ഞു. 5 ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സംബന്ധിക്കണം, സ്വീകരിക്കണം. ജപമാലയുടെ 5 രഹസ്യങ്ങൾ ഓരോ ദിവസവും ചൊല്ലി 15 മിനിറ്റിനുള്ളിൽ ഈശോയുടെ പീഡാനത്തെ കുറിച്ച് ധ്യാനിക്കണം. 1927 രണ്ടാം ലോക മഹായുദ്ധം പ്രവചിച്ചിരുന്നു. ഈ കുട്ടികളെ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് പ്രവചിച്ചിരുന്നു. അപ്പോഴൊക്കെയാണ് തുറന്നു കളിക്കാനുണ്ടായ കാരണങ്ങൾ. അത് സംഭവിച്ചു. പിന്നീട് സംഭവങ്ങളൊക്കെ സംഭവിച്ചു. 2000 ജൂൺ 26 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 3ാമത്തെ രഹസ്യം വെളിപ്പെടുത്തി. ലോകത്തിന്റെ മാനസാന്തരം അമ്മ കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വക കാര്യങ്ങളിലൂടെയൊക്കെ ജനത മാനസാന്തരപ്പെടാൻ തുടങ്ങി. ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ നിന്നൊക്കെ അവർ മാനസാന്തരപ്പെടാൻ തുടങ്ങി. പിന്നെ ജെസിന്ത, അതിന് അവസാനം മരിച്ചാണ് ലൂസി കന്യാസ്ത്രീയായിരുന്നു. ജെസിന്തയ്ക്ക് ഒരു ദർശനം ലഭിച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാർപ്പാപ്പ. ആരാണ്? മാർപ്പാപ്പയാണ് രക്തത്തിൽ കുളിച്ചാണ് കിടക്കുന്നത്. അമ്മയുടെ കൈകളിലാണ് കിടക്കുന്നത്. ആ ദർശനത്തിൽ ആ കുട്ടി കുളിച്ചു പറഞ്ഞു. മാർപ്പാപ്പ രക്തത്തിൽ കുളിച്ചു, വെടിയെന്ന് പറഞ്ഞു, രക്തത്തിൽ കുളിച്ച് മാതാവ് കാണുന്നു പറഞ്ഞു. സംഭവിച്ചു. നമുക്കറിയാം 1981
മെയ് 13 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റു. എന്താ പറയാ, അദൃശ്യമായ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തത് സംഭവം കേട്ടിട്ടുണ്ടാകും. മാതാവ് താങ്ങി പിടിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോയില് മാതാവ് ഇങ്ങനെ 2 കൈ കൊണ്ട് താങ്ങി പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയാളുടെ ക്യാമറയിൽ മാത്രം പതിഞ്ഞു. അയാൾ ആ ഫോട്ടോ ലോകം മുഴുവൻ പ്രചരിച്ചു. ആ ഫോട്ടോ ഫോട്ടോ മാതാവിന്റെ കൈകൾ വന്നു വീഴുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു എളുപ്പമല്ല, ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പക്ഷെ മാതാവ് വഴി, അമ്മയുടെ മനസ്സ് വഴി മാർപ്പാപ്പ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു. ആ വെടിവെച്ച അലിയക്ക എന്ന് പറഞ്ഞ വ്യക്തിയോട് ജയിലിൽ പോയി മാപ്പ് പറഞ്ഞു, അവനെ മോചിപ്പിച്ചു. ഒരു മുസ്ലിം ആയിരുന്നു, മോചിപ്പിച്ചു. അതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര എതിർപ്പുണ്ടാക്കിയ സംഭവമാണ്. കാരണം അവൻ തീവ്രവാദിയാണ്, അവിടെ നല്ലവനാണ്, അവൻ വിടുക. അവൻ മാനസാന്തരം സംഭവിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. 1973 വലിയ സംഭവം ഉണ്ടായി. അതും മെയ് 13 അവസാനത്തെ ദർശനത്തിന്റെ അന്ന് അവിടെ ഒരു ഓക്കുമരുണ്ട്. അവിടെ പോയിട്ട് ടീച്ചർക്ക് അറിയാം, ഒരു ചതുരം കെട്ടിയിട്ടിട്ട് ഒരു ഓക്കുമരം ഉണ്ട്. അതിൻ്റെ അവിടെ സൂര്യ അത്ഭുതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. എന്താണ് സൂര്യ അത്ഭുതം എന്ന് പറയുന്നത്? സൂര്യൻ താഴേക്ക് വന്നു. സൂര്യൻ താഴേക്ക് അപ്പം ഈ പോകുന്നു അല്ല, കൊട്ടും മഴയായിരുന്നു ആ സമയം വരെ. കൊട്ടും മഴ എന്ന് പറഞ്ഞാൽ അവര് ഈ കുട്ടികൾ പറഞ്ഞു അവിടെയാണ്, ആ ഭാഗത്താണ് ഒരു ഗ്രോട്ട പോലെ വെച്ചിട്ട് മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ ഈ സൂര്യൻ താഴേക്ക് ഇറങ്ങുന്നു. ആരും ചൂടിട്ട് മരിച്ചു. മഴ നല്ല ചൂടായതുകൊണ്ട്, നല്ല തണുപ്പായതുകൊണ്ട് സൂര്യൻ വന്നു നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു. സൂര്യൻ നൃത്തം ചെയ്തു. സൂര്യ അത്ഭുതം എന്നാണ് അതിനെ പറയുന്നത്. കണ്ട ആൾക്കാർ മുഴുവൻ മനസ്താപപ്പെട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഭക്തരായി മാറി എന്നാണ് പറയുന്നത്. അതാണ് വലിയ അത്ഭുതം. ആ അത്ഭുതം കണ്ടു നടക്കുന്ന ആൾക്കാര് അധികാരികളുണ്ടായിരുന്നു, ഗവർണർമാരുണ്ടായിരുന്നു. അവരൊക്കെ മുസ്ലിങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ മനസ്സാകപ്പെട്ടു. അപ്പം 1971 മെയ് 13 ആ അത്ഭുതം സംഭവിച്ചത്. ആ അത്ഭുതത്തിന്റെ ശേഷം ഈ കുട്ടികളില് 2 പേര് മരിച്ചു. മൂന്നാമതുണ്ടായിരുന്ന കന്യാസ്ത്രീ വളരെ കാലം ക്ഷീണിച്ച് ജോൺ പോൾ രണ്ടാമൻ കാലത്തല്ലേ വെച്ചത് അല്ലേ തോന്നുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലയളവിലാണ് ആ സിസ്റ്റർ മരിച്ചത്. വളരെ പ്രായമായിട്ട് 90-95 വയസ്സായിട്ടാണ് ആ സിസ്റ്റർ മരിച്ചത്. ഇനി നമുക്ക് ലൂർദ് മാതാവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചോദിക്കേണ്ട. ഫാത്തിമ മാതാവ്, മെഡ്ജുഗോറി മാതാവ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാനുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മാതാവ് പറഞ്ഞ കുട്ടികളുടെ ലൂസി, ജെസിന്ത, ഫ്രാൻസിസ്, ഇവർക്ക് 3 പേർക്കും വെളിപ്പെടുത്തി കൊടുത്ത എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. ഒന്നുപോലും സംഭവിക്കാതിരുന്നില്ല. ഇനി നിങ്ങൾക്കറിയണം, 3 പേരും 3 പേരുടെ കബറിടം ആ ഫാത്തിമയില്, ആ ഓക്കുമരത്തിന്റെ ഇപ്പുറത്ത് ഒരു മാതാവിന്റെ രൂപം വെച്ചിട്ടുള്ളത്. അതിന് ഉപയോഗിക്കാൻ ആരും കേട്ടില്ല. പക്ഷെ എന്തോ ഞാനെന്റെ കുടിക്കാരൻ അച്ഛനെ കയറി നടക്കാൻ സമയം കുത്തി നടക്കണേ. അവരോട് നമ്മൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ അപ്പുറത്തെ പള്ളിയിൽ 3 പേര് തൊട്ടടുത്ത് ലൂസി, ജെസിന്ത, ഫ്രാൻസിസിന്റെ കബറാണ്. അവിടെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ലൂസി, ജെസിന്ത, ഫ്രാൻസിസ് 3 പേരും വിശുദ്ധരാണ്. മാതാവ് ദർശനം കൊടുത്ത ജുവാൻ ഡിയാഗോ വിശുദ്ധരാണ്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസി, ജെസിന്ത, ഫ്രാൻസിസ് വിശുദ്ധരാണ്. അപ്പം നമുക്ക് അവരൊക്കെ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. അവർക്കൊന്നും വലിയ പഠിപ്പോ ജ്ഞാനമുള്ളവരല്ലായിരുന്നു. ദൈവം അവരെ വിശുദ്ധീകരിച്ചതയോട് പറയുന്നത് അവൾക്കും അവനും വിശുദ്ധനും വിശുദ്ധിയുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിനക്കും വിശുദ്ധനും വിശുദ്ധിയും ആയിക്കൂടാ. ഇത് രാഷ്ട്രീയക്കാരെയും ഡോക്ടറേറ്റൊന്നും വേണ്ട, പഠിപ്പൊന്നും വേണ്ട, ഒരു കഴിവും വേണ്ട. വിശുദ്ധിയോടെ ജീവിക്കാം. അവൾക്കും അവനും വിശുദ്ധനും വിശുദ്ധിയും ആകാമെങ്കിൽ എനിക്കും നിനക്കൊക്കെ വിശുദ്ധനും വിശുദ്ധിയുമായി ഇതിലൂടെ വിശുദ്ധനായിക്കൂടെ. നമുക്ക് എന്തൊരു വിശുദ്ധനായാലും ഞാൻ പറയാറുണ്ട് കേട്ടോ, കർത്താവ് എന്നെ ഒരുക്കണേ. ഞാൻ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു 6 കൊല്ലം മുമ്പ്
ഡെയിലി സെയിന്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. വിശുദ്ധർ ഓരോ ദിവസത്തെ വിശുദ്ധരുടെ ഒരു ഫോട്ടോ, ഒരു ദൈവവചനം, ഇംഗ്ലീഷ്, മലയാളത്തിൽ, ഹിന്ദിയിൽ, ഒരു വിശുദ്ധന്റെ ജീവചരിത്രം മലയാളത്തിൽ വായിക്കുന്ന കൂട്ടത്തിൽ, ഇംഗ്ലീഷ് വായിക്കുന്ന കൂട്ടത്തിൽ, ഒരു വീഡിയോ വചനം, ഇത്രയൊക്കെ ആയിട്ട് ഗ്രൂപ്പിൽ എന്നും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അതിന്റെ ഗ്രൂപ്പിൽ 1100 പേരുണ്ട്, 1100 അവിടെ ആളുകൾ. പലരും പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇത് തരാമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ അതിന്റെ നല്ല ഗ്രൂപ്പ് അഡ്മിനായിട്ട് വെച്ചു. ഞങ്ങളുടെ 4 ഗ്രൂപ്പിലേക്ക് ഞാൻ നേരെ 5 ഗ്രൂപ്പിൽ സാധനം ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കുന്നു. അവർക്കും അവരെ വിശുദ്ധ നമ്മൾ പറയുന്ന കൊടുക്കലൊക്കെ ആരെങ്കിലും ഒരാൾ വിശുദ്ധനായി പോയാൽ പറയില്ലേ, ഇനാശപ്പെട്ട് അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശുദ്ധനായിട്ട് ആ ചേച്ചി പറയില്ലേ, ആ ഇനാശപ്പെട്ട് മനോട്ട് ഇനാശപ്പെട്ട് കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശുദ്ധിയായി എന്ന് പറഞ്ഞാല് ആളവിടെ എന്നൊക്കെ പറയും, ഇവിടെ റെക്കമെൻഡ് ചെയ്യും, എന്നെ വേണ്ടി കടത്തി വിട്ടാലല്ലേ അവിടെ ഉണ്ട്, ആരെങ്കിലും കടത്തി വിടണേട്ടാ പത്രസ്വീകാര്യം പറയില്ല. അപ്പൊ നമുക്കൊരു റെക്കമെൻഡേഷൻ അല്ലേ, വേറെ ഇങ്ങനത്തെ റെക്കമെൻഡേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യണം, പുണ്യപ്രവൃത്തികള്, നമ്മുടെ സമ്പത്ത് ദാനം ചെയ്യണം, നമുക്കുള്ള സൗകര്യങ്ങൾ, നമ്മുടെ ആരോഗ്യ ദൈവത്തിന് നമ്മൾ ദശാംശം കൊടുക്കണം. മലാക്കി പ്രവാചകന്റെ 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ പറയുന്നത് നമ്മൾ ദൈവത്തെ കൊള്ളയടിക്കും. 3:8-10 വരികള് നമ്മൾ ദൈവത്തെ കൊള്ളയടിക്കാറുണ്ട്. നിങ്ങൾ അറിയുന്ന ദൈവത്തെ കൊള്ളയടിക്കുന്നുണ്ട്, കൊള്ളയടിക്കാറുണ്ട്. എന്താ പറയുന്നത്? ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയും. നിങ്ങൾ അറിയുന്ന ദൈവത്തെ കൊള്ളയടിക്കാറുണ്ട്? ഞാൻ ദൈവത്തിനെ പറയണം, നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ ദശാംശങ്ങളും കാഴ്ചകളും ഒരു ആലയത്തിലേക്ക് കൊണ്ടുവരുവേ, അവ നിങ്ങൾ കൈപ്പറ്റുന്ന വശം നിങ്ങൾ അഭിശപ്തരാണ്. പല ഭാഷയിൽ ശപിക്കപ്പെട്ടവരാണ്, അഭിശപ്തരാണ്, ശപിക്കപ്പെട്ടവരാണ്. 1000 രൂപയ്ക്ക് 100 രൂപ ദൈവത്തിനുള്ളതാണ്, ദൈവ വേലയ്ക്കുള്ളതാണ്, ഇല്ലാത്തവരെ സഹായിക്കാവുന്നതാണ്, വചനം കേൾക്കാവുന്നതാണ്, ധ്യാനത്തിന് മുമ്പ് അവരെ സഹായിക്കാവുന്നതാണ്, ഇല്ലാത്ത കുട്ടികൾക്ക് മരുന്ന് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്, കല്യാണമില്ലാത്ത അപ്പുറത്തെ കുട്ടികളുടെ കല്യാണത്തിന് സഹായിക്കാവുന്നതാണ്, സ്വരൂപിച്ചു വെക്കാവുന്നതല്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ അതിട്ടാല് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റില്ല. അപ്പോ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തെ 3-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്നും വായിച്ചോളൂ. നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ ദശാംശങ്ങളും കാഴ്ചകളും എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും. അവ നിങ്ങൾ കൈപ്പറ്റുന്ന വശം നിങ്ങൾ അഭിശപ്തരാണ്, ശപിക്കപ്പെട്ടവരാണ്. അപ്പോ ദശാംശത്തെ ശരിക്കും കൊടുക്കുന്നില്ലെങ്കിൽ കൊടുത്തു. ഞാനത് പറയാൻ കാരണം ഒരു കൊച്ചു സംഭവം ധൈര്യമായിട്ട് പോയപ്പോൾ ഞാൻ ദശാംശം കൃത്യമായി കൊടുക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ വലിയൊരു പ്രവൃത്തി ചെയ്തു. എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അത് ഇവരേക്ക് കൂട്ടിയിട്ടെന്ന് അപ്പൊ അത് വലിയൊരു എമൗണ്ടിൻ്റെയാണ്, വലിയ എമൗണ്ടിൻ്റെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കുറച്ച് ദശാംശം കുറയ്ക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഒരു മാസങ്ങളായി ദശാംശം പറ്റുമ്പോൾ നിർത്തിവെച്ചു. വലിയ എമൗണ്ട് നീക്കിയിട്ടല്ല, വലിയ കൊടുക്കുമ്പോൾ വലിയ എമൗണ്ടാണ്. കർത്താവ് പറയുന്നത് ദശാംശം കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ മറ്റേത് കൊടുത്തുകൊടുക്കുന്ന ആള് ആലോചിച്ചില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞേ ഒരു സംഭവം ചെയ്തിരുന്നു. 2 ആൾക്കാർ 2 കുടുംബത്തിന് വേണ്ടി അതൊരു ജീവകാരുണ്യ കാര്യം ചെയ്തു. ദശാംശം ദൈവത്തിനുള്ളതല്ലേ, അത് അതായിട്ട് വേറൊരു കാര്യം ചെയ്തു. അടുത്ത മാസം കുടിശ്ശിക നോക്കാൻ എത്ര മാസം മുന്നേ അന്വേഷിക്കാൻ പോകണം. അത് വേണ്ട, അടുത്ത മാസം അടുത്ത മാസം കൊടുത്തു. അപ്പൊ എന്റെ വിചാരം നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ പറയുന്നില്ല, അതൊരിക്കലും തട്ടിക്കിഴിച്ചോടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. അത് നിന്റെ നമ്മുടെ ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. ഇല്ലാത്തവൻ വിധവയുടെ ചെറുത്ത് പോലെ, ഇല്ലാത്തത് പോലെ ഇല്ല. വിധവയുടെ ചെറുത്ത് വിധവ എന്ത് ചെയ്ത ആ കർത്താവ് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോ വിധവ നോക്കി കണ്ടാക്കിട്ട് അവിടെ മെല്ലനെ മുന്നോട്ട് മറിച്ച് ആ ചെറുതൊക്കെ ആരെയാണ് മെല്ലനായിട്ട് വേഗം സ്ഥലം കാര്യമാക്കി. എന്നാ വലിയ ആൾക്കാരെ തന്റെ മനസ്സിൽ ഞാനാണ് ഏറ്റവും വലിയ അവസ്ഥ. എന്നെ പോലെയുള്ളവരുണ്ടെങ്കിൽ ചിന്തന സ്വർണ്ണനാളെയോ വെള്ളിനാളെയോ വീണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കണ്ടടി ചെയ്യുന്ന വന്നിട്ട് ഇതിങ്ങോട്ട് ഡയറക്റ്റ് തുറന്നിട്ടാണ്.
പക്ഷെ ഈ വിധവ ആരും കാണാതെ രഹസ്യമായിട്ട് വേഗം സ്ഥലം കാര്യപ്പോൾ കർത്താവ് പറഞ്ഞു. മറ്റാരെക്കാൾ കൂടുതലായിട്ട് ഇവള് നിക്ഷേപിച്ചിരുന്നു. അവരുടെ ഇല്ലായ്മയെന്നാണ് അവളെ വിട്ടത്. ഇല്ലായ്മയെന്നാണ് ചെറുപ്പം തൊട്ടായിട്ടത്. അപ്പൊ അതിന് വിലയുണ്ട്. അപ്പൊ ഉള്ള ദശാംശം കൊടുക്കണമെങ്കിൽ ഉള്ളവരാണെങ്കിൽ കൂടുതൽ കൊടുക്കുക. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു, എനിക്ക് കൂടുതൽ കൊടുക്കുക, എനിക്ക് ദൈവം കുട്ടിക്കും. എൻ്റെ മനസ്സിലാണ് ഞാനപ്പോൾ കൊടുത്തു തുടങ്ങി, വീണ്ടും കൊടുത്തു തുടങ്ങി. വീണ്ടും പോയി പോകുന്നു, ചേട്ടാ വേറെ സ്ഥലത്ത് വന്നു, ദശാംശം കൊടുക്കുന്നില്ല, കൊടുക്കാറുണ്ട്. ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് കൊടുക്കുന്നത്, ഈ മാസം ദശാംശം കൊടുക്കുന്നത് എഴുതി. എൻ്റെ വരായ, വൈഫിൻ്റെ വരായ, പറമ്പിലെ വരായ, എല്ലാ പറമ്പിലെയും വരായ ഇതൊക്കെ കൂടെ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് ചത്തുപോയാലും അതും തിരുപ്പുകളുണ്ട്, അതിൻ്റെയും തിരുപ്പുകളിലായിട്ട് പോകാനും നേരെ പോകാനും വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ദശാംശം കൊടുക്കുന്നു. ഇനി ആരെങ്കിലും കൊടുക്കാത്തതുണ്ടെങ്കിൽ ഇതുവരെ കൊടുക്കാത്തതിന് ഓർത്ത് വിഷമിച്ച് ദുഃഖിക്കണം. ഈ മാസം തൊട്ട്, ഏത് ജൂൺ മാസം തൊട്ട് കൊടുത്തു. എനിക്കതിൽ സംശയമുണ്ട്, ഈ കാര്യത്തിൽ സംശയം ഉണ്ടാകും. നിങ്ങളിൽ എൻ്റെ ഉള്ളിൽ പറയണം, നിങ്ങൾ പകുതിയോളം പേര് ദശാംശം കൊടുക്കാത്തവരാണ്. ഞാൻ നോണയല്ല പറഞ്ഞത്, നിങ്ങൾ സംശയം ഞാൻ പുറത്തേക്കാറുണ്ടോ? ഞാൻ കൃത്യം എൻ്റെ കാര്യമില്ല. നിങ്ങളിൽ പകുതിയോളം പേര് ദശാംശം കൊടുക്കാത്തവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയും. കൊടുക്കാത്തവരൊന്നും ദൈവം പറയണ്ട, അവരുടെ ആത്മാവിൽ അല്ല, ആത്മാവിൻ്റെ അഭിമാനം കളയണം. കൊടുത്തോളോ. 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ മാസം വരായില്ലെങ്കിൽ 10,000 രൂപ കൊടുക്കണം. കൊടുക്കുന്ന മാർഗങ്ങൾ ഇല്ലാത്തത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതായും വിവരിക്കണില്ല. അപ്പം അത് കൊടുത്തോളൂ. കൊടുക്കാണ്ട് സമ്പത്ത് ഉണ്ടാവില്ല, പൊട്ടി തെളിച്ചു പോകുള്ളൂ. പൊട്ടി തെളിച്ചു പോകുള്ളൂ. ഞാൻ പറയണം, നമ്മളങ്ങനെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. ഇല്ലാത്തവർക്ക് ഞാൻ കൊച്ചു കാര്യത്തിൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ 1989 കോട്ടാശ്രമം തുടങ്ങുന്ന കാലത്ത് ധ്യാനം തുടങ്ങിയതാണ്. ഇന്നും ഇപ്പോഴത്തെ ധ്യാനമാണെങ്കിൽ ഒരു ധ്യാനത്തിനും പോകില്ല. അന്ന് മാത്രം നായകൻ പറഞ്ഞു, ഈശോ ശരിയായിരിക്കട്ടെ, പറഞ്ഞ തൊട്ടടുത്തിരിക്കുന്നവർക്ക് കണ്ണിന്റെ കണ്ണ് പറയുന്ന കണ്ണ്. അപ്പൊ ചിരിച്ചോണ്ട് സുഖി കൊടുക്കപ്പെട്ടു. അപ്പൊ മാതൃനായകൻ വെച്ച് പറഞ്ഞു, മോനെ ദശാംശം എന്ത് വരായി ഉണ്ടായിട്ടില്ല ദശാംശം. ഞങ്ങൾ തന്നെ അത്താഴം നിന്ന് പൊത്തും വഴിയാണ് രോഗങ്ങളും പരിവർത്തനങ്ങളും അമ്മയ്ക്ക് രോഗം, അമ്മയ്ക്ക് ഓപ്പറേഷൻ, അമ്മ 2 നേരം ഓപ്പറേഷൻ, അല്ലാണ്ട് 3 നേരം ഓപ്പറേഷൻ കഴിഞ്ഞു. ഉള്ളതീന് കൊടുക്കും, ഈ കമ്മിനോട് ഉള്ളതീന് കൊടുക്കുന്നു. ഞാൻ കിട്ടുന്ന മാസത്തിലുള്ള കാശ് എല്ലാ മാസം കോട്ടയം പോകും. ആ കാശിനെ മുമ്പ് എല്ലാ ദിവസവും കഴിക്കും. ഞാൻ ചെയ്യുന്ന ആ വലവസം ഫ്രീ ആയിട്ടല്ല പിറ്റത്തെ മാസം മുമ്പ് ആ മാസം ദശാംശം. പിന്നീട് അച്ഛൻ പറഞ്ഞു, കാശൊക്കെ കൂടി തുടങ്ങിയില്ലേ, ഈ കെട്ടി വലിയ കെട്ടി വേണ്ടി പോകുന്നേ 50 കൊണ്ട് മേടിക്കണ്ട. ബൈക്കിന്റെ കാശ് അവിടെ ഇല്ലാത്ത ഞാൻ പോകാൻ കാശിന്റെ വരായ കൊണ്ടുപോയി കാശ് കൈനീട്ടി കടം മേടിച്ചത് നിരാശു. ഞാൻ കുടുംബം നോക്കിയിരുന്ന ഞാനാണ്. ഞാൻ താഴെ പറഞ്ഞെങ്കിൽ കുടുംബം നോക്കിയിരുന്ന ഞാനാണ്. അപ്പൊ കൈനീട്ടി കടം മേടിച്ചത് നിരാശു. അവർക്ക് ഒരാളില്ലാണ്ട് അല്ല, നിരാശുവിൽ ഇപ്പൊ കാണാനില്ല കടം മേടിക്കാനൊന്നും. അപ്പൊ അയാൾ മനുഷ്യന് മേടിക്കാറുണ്ട്. അല്ല കടം മേടിക്കുന്ന കാര്യമുണ്ട്. ഒക്കെ ദൈവം എനിക്ക് പരിപാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ട് അപ്പോ കാശൊക്കെ എല്ലാം പരിപാലിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നീട് ആൾ മരിക്കാറായപ്പോ എന്റെ ഉയർച്ച കണ്ടിട്ട് പറഞ്ഞു, എന്റെ ആത്മദൈവിക ശരിയാണ്, നിന്റെ ദൈവം വലിയവനാണ് കേട്ടോ. അപ്പൊ അയാൾക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇത്രയോ കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നും കുറയില്ല. നിങ്ങളൊന്ന് ഉണർന്നില്ല. ചാരണ്ടിങ്ങനെ ചാരിട്ട് ഇല്ലെങ്കിൽ തമിഴ്വേദ വരുന്ന തമിഴ്വേദ ഉണ്ടാവില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് ചാരാണ്ടി നമുക്ക് തമിഴ്വേദ ഉണ്ടാവില്ല. ചാരണ്ടി വിലപ്പെട്ടതാണ്. നമ്മൾ വിലപ്പെട്ടത് തട്ടിച്ചു കളയരുത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഫാത്തിമയുടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് ദൂതമാതാവിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനിടയ്ക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പാട്ട് പാടുന്നുണ്ടല്ലോ. അന്ന് ഞാൻ അതിനിടയ്ക്ക് വേറൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ആ ശ്രദ്ധ ഒന്ന് പോയി.
ഏറ്റവും കൂടുതൽ തിരുനാൾ ആഘോഷിക്കുന്ന ആരുടെയാണ്? മാതാവിന്റെയാണ്. സെബസ്ത്യാനോസിന് ഒരു തിരുനാളല്ലേ ഉള്ളൂ, ചേച്ചിമാരെ ചേട്ടന്മാരെ. ഒരു തിരുനാൾ കഴിഞ്ഞ് തിരുനാളെ ആഘോഷിക്കണമല്ലോ. മാതാവിന് എത്ര തിരുനാൾ പറഞ്ഞു? എത്ര തിരുനാൾ ആഘോഷിക്കുന്നത്? ഒരു ദിവസം പറയേ പോലീസുകാർ പിടിക്കില്ല, തെറ്റേ പോലീസുകാർ പിടിക്കില്ല. ഞാൻ എന്നെ പോലീസുകാരനൊക്കെ പണ്ട് പറയാറ്, ഇപ്പൊ പറയില്ല. മീശിക്കാണ്, അത്ത മീശിക്കാണ്. ഓരോ പോലീസുകാരെന്ന് പറയാറ്. ഇനി പോലീസുകാരൊന്നുമല്ല. അപ്പൊ മീശ പിടിച്ചോണ്ട് ഇനി 10-15 കൊല്ലമായി മീശ പിടിച്ചോണ്ട്. അപ്പൊ എത്ര തിന്നാളുണ്ടാവും പറഞ്ഞു? മാതാവിന്റെ തിന്നാള്. അങ്ങനെ വേണ്ട, എത്ര എണ്ണുണ്ടാവും? ദിവസം കമ്മതി എടുത്ത് പറയും, കമ്മതി. 30 ഞാൻ വായിക്കാം, അല്ലെങ്കിൽ എഴുതിയെടുത്തോ. ജനുവരി 1 ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്നു. മൊത്തം 24 തിരുനാൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയല്ലേ. ഫെബ്രുവരി 2 കന്യകാമറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാൾ. കന്യകാമറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാൾ. ഫെബ്രുവരി 14 ലൂർദ് മാതാവിന്റെ തിരുനാൾ. ലൂർദിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ലൂർദ് മാതാവിന്റെ തിരുനാൾ. മാർച്ച് 25 CLC-കാരെ ആഘോഷിക്കുന്ന തിരുനാൾ മംഗളവാർത്ത തിരുനാൾ. മെയ് 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ. ഫാത്തിമയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ഫാത്തിമ മാതാവിന്റെ തിരുനാൾ. മെയ് 24 കഴിഞ്ഞ മാസം നമ്മൾ കൊണ്ടാടിയ തിരുനാൾ. മെയ് 24 ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ തിരുനാൾ. മെയ് 31 സന്ദർശന തിരുനാൾ. ആരെ സന്ദർശിച്ച? എലിസബത്ത് സന്ദർശന തിരുനാളാണ്. ഗർഭിണിയായ എലിസബത്തിനെ മാതാവ് സന്ദർശിക്കുന്ന തിരുനാളാണ് സന്ദർശന തിരുനാള്. ജൂൺ 9 ദൈവാനുഗ്രഹങ്ങളുടെ മാതാവായ മറിയത്തിന്റെ തിരുനാള്. ദൈവാനുഗ്രഹങ്ങളുടെ മാതാവായ മറിയത്തിന്റെ തിരുനാള്. ജൂൺ 27 എന്തറിയുന്നു? ഇവിടുത്തെ മാതാവിന്റെ തിരുനാള് നിത്യസഹായ മാതാവിന്റെ. അങ്ങനെ വന്നത് ഞാൻ അറിയും. മഞ്ഞൾ പോലെ എടുത്തിരിക്കും. അങ്ങനെ അറിയില്ലെന്നും മഞ്ഞൾ അറിയില്ലെന്നും. അങ്ങനെ മഞ്ഞളുടെ മഞ്ഞ അത് നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ പെരുന്നാൾ ചോദിക്കണേ. അങ്ങനെ വന്ന് ഞാൻ മഞ്ഞൾ പോലെ എടുത്തിരിക്കും. മഞ്ഞൾ എടുത്തിട്ടാണ് പഠിച്ചോട്ടാ. ജൂൺ 27 ജൂൺ 9 ദൈവാനുഗ്രഹങ്ങളുടെ മാതാവായ മറിയത്തിന്റെ തിരുനാൾ. ഈ ദിവസങ്ങളിലൊക്കെ ബർത്ത്ഡേയുള്ളവർക്ക് വളരെ അനുഗ്രഹമാണ്. അതൊന്ന് കുറിച്ച് വെച്ചിരിക്കാം. ഈ പറയുന്ന ദിവസങ്ങളിൽ ബർത്ത്ഡേയുള്ളവർക്കുണ്ടാവും. ജൂൺ 27 നിത്യസഹായ മാതാവിന് പറഞ്ഞു. ജൂൺ 28 വരാൻ പോകുന്ന വിമലകടീയ തിരുനാള്. മാതാവിന്റെ വിമലകടീയ തിരുനാളാണ് ജൂൺ 28. ജൂലൈ 13 3 പൂവുള്ള മാതാവാണ് റോസമിസ്റ്റിക മാതാവ്. ജൂലൈ 13 റോസമിസ്റ്റിക മാതാവിന്റെ തിരുനാളാണ്. ജൂലൈ 16 പുത്തപ്പള്ളിയിൽ ആഘോഷിക്കുന്ന ചേച്ചൂടെ പള്ളിയിൽ ആഘോഷിക്കുന്ന പെരുന്നാള് കർമ്മല മാതാവ്. വെഞ്ചിഞ്ഞ ഉത്തേരിയിൽ വന്ന മാതാവ് കർമ്മല മാതാവിന്റെ തിരുനാളാണ്. ഈശോ മിശിഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ. ശുദ്ധി കൊടുക്കട്ടെ. തൊട്ടടുത്തിരിക്കുന്നവർക്ക് ശുദ്ധി കൊടുക്കുക. ഈശോ മിശിഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ. ഞാൻ പറയുന്നത് പ്രശ്നമില്ല. ഞങ്ങൾ പുറത്തേക്ക് അടിച്ചാലിരിക്കുന്ന പേടിയുള്ള ആളുകൾ എന്നെ കൊല്ലുന്നു. അതുകൊണ്ടാണ് മണലൂർ പള്ളിയുടെ കാര്യത്തില് പള്ളി ഉൾപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ഞാൻ വാദിച്ചത്. പള്ളിയുടെ വഴിയുടെ പ്രശ്നം ഇതാണ്. അന്ന് അച്ഛൻ്റെ വളണ്ടിയായിട്ട് ഞാൻ പ്രവർത്തിച്ചത്. പലർക്കും അതിൽ മുന്നോട്ടുണ്ടായി. പള്ളിയുടെ സ്വത്ത് അത് വേണം, പള്ളിയുടെ ഉള്ളിലൂടെ വഴിവേണം, നമുക്ക് സാധിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ പടം നയിച്ചത് ഞാനാണ്. ഈ ചോട്ടാപ്പയ്യൻ പടം നയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് എന്നും 7 മണിയാകുമ്പോൾ പള്ളിയിൽ ജമാലിൽ ഇരിക്കവര്. അന്ന് എനിക്ക് ഒരു ദിവ്യയുടെ ജോലി കിട്ടിയ കാരണം ഒരു 25-28 കൊല്ലം മുമ്പ് 32 കൊല്ലമായി ദിവ്യ ജോലി. അന്ന് എനിക്ക് ബൈക്കില്ല, പക്ഷെ സൗകര്യങ്ങളൊക്കെ ആയി തുടങ്ങി. കാശൊക്കെ വൈഫിന്റെ ശമ്പളമൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ പല വരുമാനമാർഗങ്ങളായി. അങ്ങനെ സൈക്കിളിൽ പള്ളിയിൽ പോകുമ്പോൾ 2 ആൾ പള്ളിയിൽ നിങ്ങൾക്കറിയാം, മണ്ണൂർ പള്ളിയിലെ റോഡിൽ നിന്ന് ഉള്ളിൽ നാട്ടിൽ
തണ്ടുമ്പോൾ കാലം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ പേപ്പർ എസ് ആളെ വിളിപ്പിച്ചു. സ്റ്റേഷനിൽ SI പോലീസുകാരൊക്കെ വന്നു. അവരെ അടിച്ചൊന്നുമില്ല, പറഞ്ഞിരിക്കുന്നു. വെറുതെ ആവശ്യമില്ലാത്ത തല ഞാൻ തല്ലി പിടിക്കുന്നു പറഞ്ഞു. തല തല്ലി പിടിക്കും ഞാൻ ആവശ്യമില്ലാത്ത അച്ഛനെ വിളിക്കുന്നു. ഇപ്പം ഞാൻ സംസാരിക്കാൻ നിന്നപ്പോൾ ഇവരുടെ അണ്ണാനെ കൂടിയിട്ട് അവൻ മാത്രം വേറെ ആരും സംസാരിച്ചാലും അവൻ സംസാരിക്കുന്നു. അപ്പോൾ SI ചോദിച്ചു എന്താണ് അവൻ വിരോധം ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേറെ ആരും സംസാരിച്ചില്ല അവൻ സംസാരിക്കാൻ അനുവദിക്കും സാറേ പറഞ്ഞു. എന്ന് ചോദിച്ചു. അവൻ ഈ പള്ളിയുടെ PR പബ്ലിക് റിലേഷൻ ഓഫീസർ, അവൻ അറിയുന്ന വലിയ കാര്യം അറിയില്ല, അവൻ സംസാരിക്കുന്നു. അച്ഛൻ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല, അവൻ സംസാരിക്കുന്നു. ഞാൻ സംസാരിച്ചു, ദീർഘമായിട്ട് സംസാരിച്ചു. SI മുമ്പ് പറഞ്ഞു ഈ സമയത്ത് പള്ളിയുടെ ഓഫീസർ പള്ളിയുടെ ഓളം നോക്കില്ല, ആരെങ്കിലും പലക്കിൻ്റെ ആർക്കും പല തെറ്റി കൊണ്ടുപോകാൻ ഒരാളെ കേട്ടില്ലേ പറഞ്ഞു കഴിഞ്ഞു. പള്ളിയുടെ പള്ളി ജയിലിലുള്ള ഉദ്ദേശത്തിൽ പോലെ നമുക്ക് പോവാണ്. അവിടെ ഉണ്ടായിട്ട് മറ്റു അങ്ങനെ ആ സംഭവം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ജോലി കിട്ടിയ സമയമാണ്. പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ 31 വയസ്സിലാണ് കല്യാണം. കണ്ടപ്പോൾ കാലത്ത് നമുക്ക് പറഞ്ഞു ഡാ ജീവിക്കണം ആഗ്രഹം വെച്ചു. ഞാൻ തല്ലിക്കൊന്നും ഇതൊരാൾ പറഞ്ഞു. അതിലൊരാൾ ചേർന്ന ഒരാൾ എൻ്റെ പറയണം മണലില്ലാത്തോട്ട് പൊറോട്ട മറ്റൊരു മണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ചെയ്യുന്നിട്ട് മണലില്ലാത്തോട്ട് പോയിടാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിച്ചിട്ടുണ്ടാവും അത്ഭുതകാശങ്ങൾ. ദിവസം നവംബർ 27 ഡിസംബർ 8 ശരിയാണ് അമലോത്ഭവം മാതാവിന്റെ തിരുനാളാണ്. ഡിസംബർ 10 നിങ്ങൾക്കറിയില്ലായിരിക്കും ലൊറേറ്റ മാതാവ്. അങ്ങനൊരു മാതാവുണ്ട്, ഒരു വാളൊക്കെ കുത്തി നിൽക്കണ ഒരു പ്രത്യേക ഒരു കീഴിയുടെ വശത്ത് മാതാവ് ലൊറേറ്റ മാതാവ്. ഡിസംബർ 18 നേരത്തെ ഞാൻ പറഞ്ഞാണ്, നേരത്തെ ചോറ് കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് പറഞ്ഞാണ്. പെരുങ്ങോട്ടം മാത്രമുള്ളൂ ആ മാതാവിന്റെ പ്രതിഷ്ഠയൊക്കെ പറഞ്ഞു. ഗുവാഡലൂപ്പ മാതാവ് ഗുവാഡലൂപ്പ മാതാവിന്റെ തിരുനാളാണ് ഡിസംബർ 18. ഗുവാഡലൂപ്പ മാതാവിന്റെ ചരിത്രം പറഞ്ഞെന്ന് ഓർക്കണില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും അല്ല നമ്മുടെ മഞ്ഞുമാതാവ് പെട്ടില്ലേ അല്ലേ? അങ്ങനെ ഡേറ്റ് 24 ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ടാവാം. ഞങ്ങള് കുറെയൊക്കെ സഹായം വേളാങ്കണ്ണി മാതാവിന്റെ ജന്മത്തിനാളാണ് വേളാങ്കണ്ണി മാതാവിന്റെ പെരുന്നാൾ. അത് പറയേണ്ട കാര്യമില്ല, ജന്മത്തിനാളാണ് അവിടെ ആഘോഷിക്കുന്നവര്. വേളാങ്കണ്ണി മാതാവിന്റെ പെരുന്നാൾ ജന്മത്തിനാളാണ്. മാതാവ് ലോകത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിലാണെന്നാണ് ചരിത്രം. കേരളത്തിലില്ലേ? കുറവലങ്ങാട് ഞാൻ പോയിട്ടാ. നിങ്ങൾക്ക് അറിയോ അത്? ദൈവമേ പോയി കണ്ടോട്ടോ.